Hello students, in this session we are discussing the second part of hydrocarbons. നമ്മൾ ആദ്യൊരു സെക്ഷൻ ഹൈഡ്രോകാർബൺസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തതാണ്. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു ഏരിയ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സെക്കൻഡ് പാർട്ടിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് നോക്കുന്നത്. ഹൈഡ്രോകാർബൺസിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും പ്ലസ് ടുവിൽ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടൊരു കാര്യമാണെന്നും ഇതിൻ്റെ തുടർച്ചയാണ് പ്ലസ് ടുവിൽ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കണില്ല. നമ്മൾക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് പോവാം. നമ്മൾക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറേ ഫോക്കസ് ഏരിയയിൽ കുറേ ടോപ്പിക് ഉണ്ട്. വെയിറ്റേജ് കൂടിയ പാടാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാടാണ്. ഈ ഒരു സെക്ഷനിൽ നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞതിൻ്റെ ബാക്കിയാണ്. കഴിഞ്ഞതിൽ നമ്മൾ ഈ ഒരു ആൽക്കൈൻസിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങൾ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, കൺഫോർമേഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അതിനുശേഷമുള്ള ആൽക്കെയിൻസ്, ബെൻസീൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞ പാഠത്തിൽ ഹൈഡ്രജനും കാർബണും കൂടിയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഹൈഡ്രോ കാർബൺസ് 3 ടൈപ്പാണുള്ളത്. ഒന്നത് ആൽക്കൈൻ ആവാം, സിംഗിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസ്, അല്ലെങ്കിൽ അത് ആൽക്കീൻ ആവാം, ഡബിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസ്, അല്ലെങ്കിൽ ആൽക്കെയിൻ ആവാം, ട്രിപ്പിൾ ബോണ്ടഡ് ഹൈഡ്രോ കാർബൺസ്. സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തു. ഡബിൾ ബോണ്ടഡും ട്രിപ്പിൾ ബോണ്ടഡും ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇനി ഡിസ്കസ് ചെയ്യാൻ പോകണം. നെക്സ്റ്റ് നമ്മൾ അടുത്തായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽക്കീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞതാണ് ആൽക്കീൻസ്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ENE എന്നുള്ളത് യൂസ് ചെയ്യും നെയിമിങ്ങിൽ. സോ ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ പറയാം എത്ത് ഈഥീൻ എന്ന് പറയാൻ പറ്റും. ഈഥീൻ, ഇങ്ങനെയാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പേര്. ഇത് 3 കാർബൺ ആണെങ്കിലോ പ്രൊപ്പീൻ, 4 കാർബൺ ആണെങ്കിലോ പെൻറ്റീൻ, ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും, നെയിമിങ് വരും. ഇവൻ സിംഗിൾ ബോണ്ടഡ് ആണെങ്കിലോ, ഇവൻ ഇപ്പോൾ ഈ ഒരു CH2 എന്നുള്ളതിന് മാറിയിട്ട് CH3 സിംഗിൾ ബോണ്ട് CH3, ഇതിൽ നിന്ന് രണ്ടിന്നും ഒരു ഹൈഡ്രജൻ പോയിട്ട് അവിടെ ഒരു ബോണ്ട് കൂടി വരുമ്പോഴാണ് ഇത് ആൽക്കീനായി മാറുന്നത്. ഇതിൽ നിന്ന് വീണ്ടും ഒരു ഹൈഡ്രജൻ കളഞ്ഞു, നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്നൊരു ഹൈഡ്രജൻ വീണ്ടും കളഞ്ഞാൽ അത് ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ട് ആൽക്കൈനായി മാറും. അപ്പോൾ സിംഗിൾ ബോണ്ടിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു ബോണ്ട് എക്സ്ട്രാ വരുമ്പോൾ 2 ഹൈഡ്രജൻ പോകും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. നമ്മൾ കാര്യം പഠിക്കുന്ന സമയത്ത് ഓർഗാനിക് കെമിസ്ട്രിയിൽ പല ഏരിയ പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഞാൻ എൻ്റെതായ രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ആൽക്കൈൻ എന്നിട്ടുള്ള CH3 സിംഗിൾ ബോണ്ട് CH3 എന്നുള്ള കോമ്പൗണ്ടിൽ നിന്ന് ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കൊടുക്കണം, ഇവിടെ വേറൊരു ബോണ്ടും കൂടെ കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് കാർബണിൻ്റെ വാലൻസി ഫിൽ ആവുള്ളൂ. സോ ഈ ഒരു കോമ്പൗണ്ടിനാണ് നമ്മൾ ആൽക്കീൻ എന്ന് പറയാം. നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, രണ്ടിൽ നിന്നും ഓരോ ഹൈഡ്രജൻ ഒഴിവാക്കുകയാണ്. സോ നമ്മൾ ഒരു ബോണ്ടും കൂടെ കൊടുക്കണം. അപ്പോൾ ഇതെന്തായി മാറും, ട്രിപ്പിൾ ബോണ്ടായി മാറും. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽക്ക് രണ്ടിൽക്ക് ഓരോ ഹൈഡ്രജൻ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ബോണ്ട് പോവും. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് കിട്ടും. വീണ്ടും നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, ഹൈഡ്രജൻ ആഡ് ചെയ്യുക. അപ്പോൾ ഇതിന് വീണ്ടും ഒരു ബോണ്ട് പോകും, ഈ ഒരു കോമ്പൗണ്ട് കിട്ടും. അങ്ങനെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. കാര്യങ്ങൾ കൂടുതൽ ഇൻഫോർമേഷൻ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ വേണ്ടതുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എല്ലാ ഏരിയകളും ക്ലിയർ ആയിരിക്കണം. ഈ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയാൽ ഏത് പ്രിപ്പറേഷൻ ആണെങ്കിലും ഏത് പ്രോപ്പർട്ടി ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നമ്മളിവിടെ പറയുന്നത് ആൽക്കീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ടിൻ്റെയാണ്, ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെയാണ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മളതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാണ്. നമ്മൾ പറയും പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്. നമുക്ക് ഫോക്കസ് ഏരിയ ബേസ്ഡ് അതിൻ്റെ പ്രിപ്പറേഷൻസും 2-3 പ്രോപ്പർട്ടീസും മാത്രമേ പഠിക്കാനുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ടോപ്പിക്കും വളരെ സിമ്പിളാണ്. പ്രിപ്പറേഷൻ നോക്കാം. എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഫ്രം ആൽക്കൈൽ ഹാലൈഡിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണ് ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഒപ്പം ഹാലജൻ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് പറഞ്ഞ പേരാണ് ആൽക്കൈൽ ഹാലൈഡ് എന്ന്. ഏതൊക്കെയാണ് ഹാലജൻ ഗ്രൂപ്പ്? ഹാലജൻ ഗ്രൂപ്പ് നമ്മൾ X എന്ന് പറഞ്ഞ് സൂചിപ്പിക്കാറുണ്ട്. ഹാലജൻ ഗ്രൂപ്പുകളാണ് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഈ ഒരു ഫ്ലോറിനെ കുറിച്ച് നമ്മൾ പറയാറേ ഇല്ല. ഫ്ലോറിൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. ഇവർക്ക് ഇങ്ങനെ ബോണ്ടിങ്ങിലൊന്നും ഏർപ്പെടാൻ പ്രത്യേകിച്ച് താല്പര്യമില്ലാത്തതുകൊണ്ട് ഫ്ലോറിനെ കുറിച്ച് നമ്മൾ പറയില്ല. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇവരെ കുറിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു ഹാലജൻ്റെ കേസിൽ നമ്മൾ പറയുള്ളൂ. ഹാലജൻ ഗ്രൂപ്പിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ക്ലോറിനോ, ബ്രോമിൻ, അയഡിൻ ഈ 3 ആൾക്കാർ ജോയിൻ ചെയ്യുന്ന കേസേ നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഹാലജൻ ഗ്രൂപ്പായ ക്ലോറിനോ, ബ്രോമിനോ, അയഡിനോ ഈ 3 ആൾക്കാർ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഒപ്പം ബോണ്ട് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ അതെന്തായി മാറും, ആൽക്കൈൽ ഹാലൈഡ് ആവും.
ഈ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് എന്തുണ്ടാക്കുകയാണ്, ആൽക്കീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിപ്പയർ ചെയ്യാണ്. എന്താണ് ആൽക്കൈൽ, ആ ഒരു കാര്യം കൂടെ പറയാം. ആൽക്കൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് CH4 എന്ന് പറഞ്ഞ ഈ മീഥൈൻ, ഇതിൽ നിന്ന് നമ്മളൊരു ഹൈഡ്രജൻ ഒഴിവാക്കി, അപ്പോൾ നമുക്ക് CH3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടും. ഇത് CH3, ഇവിടുന്ന് ഒരു ക്ലോറിനോ ബ്രോമിനോ ആരെങ്കിലും ഒരാൾ വന്നാൽ ജനറലായിട്ട് നമുക്ക് X എന്ന് കൊടുക്കാം, ഇതിലേതെങ്കിലും ഒരാൾ. അതുകൊണ്ട് ജനറലായിട്ട് X എന്ന് കൊടുക്കാം. ഈ ഒരു X എന്ന് പറഞ്ഞാൽ ഹാലജൻ ഗ്രൂപ്പിനാണ് പറയുക. സോ ഇതെന്താണിത്, ഒരു ആൽക്കൈൽ ഹാലൈഡാണ്. നമ്മൾ പറയുകയാണ് CH3CH2 ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹൈഡ്രജൻ ഇവിടുന്ന് ഒഴിവാക്കുക. CH3 എന്നാണ് വരിക. അതിൽ നിന്നൊരു ഹൈഡ്രജൻ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായി മാറും, ആ ഒരു കോമ്പൗണ്ട് CH3 സിംഗിൾ ബോണ്ട് CH2Cl, പകരം Cl ബ്രോമിൻ അയഡിനോ നമുക്ക് X ഹാലജൻ X എന്ന് ജനറലായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു കോമ്പൗണ്ടാണ്. ഏത് കോമ്പൗണ്ടാണ്, ഇതൊരു ആൽക്കൈൽ ഹാലൈഡ് കോമ്പൗണ്ടാണ്. സോ ഈ ഒരു ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാം. ആ ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മളെ കയ്യിൽ ഒരു ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്. അതിൻ്റെ എന്ത് ചെയ്തേക്കാണ്, ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കാണ്. ഈ ഒരു കോമ്പൗണ്ടിന് ഞാൻ സിമ്പിളായിട്ട് എഴുതി തരാം. CH3CHX. X എന്ന് പറഞ്ഞാൽ അവിടെ ക്ലോറിനോ ബ്രോമിനോ അയഡിനോ ആവാം. ക്ലോറിൻ ആവാം, അല്ലെങ്കിൽ ബ്രോമിൻ ആവാം, അല്ലെങ്കിൽ അയഡിൻ ആവാം. അപ്പോൾ ജനറലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു X എന്ന് അവിടെ കൊടുക്കുകയാണ്. സോ ഇവിടെ തന്നിട്ടുള്ള CH3CH2X എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യുക. അതാണ് ഡെൽറ്റ എന്ന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, CH2 ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെയുള്ള എന്ത് കിട്ടും, ഒരു ആൽക്കീൻ ഗ്രൂപ്പ് കിട്ടും. ആൽക്കീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈഥീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽക്കീൻ കിട്ടും. ഈ ആൽക്കീൻ പ്രിപ്പറേഷനാണ് നമ്മൾ പറയണത്. എന്തിൽ നിന്ന്, ഫ്രം ആൽക്കൈൽ ഹാലൈഡിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞു. അപ്പോൾ CH3CH2X, ഈ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കോമ്പൗണ്ടും വരാം. നമുക്ക് എന്ത് കൊടുക്കാം, വേണമെങ്കിൽ CH3CH2Br എന്നുള്ള കോമ്പൗണ്ട് ആവാം. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആൽക്കഹോളിക് KOH വെച്ചിട്ട് ഹീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൽക്കീൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട്, ഓർഗാനിക് കോമ്പൗണ്ട്, ഹൈഡ്രോ കാർബൺ, ആൽക്കീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈഡ്രോ കാർബൺ കിട്ടും. സോ അതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഈ ഒരു പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു ആൽക്കഹോളിക് KOH വെച്ചിട്ട് ഇതിനെ ഹീറ്റ് ചെയ്യണ സമയത്ത് ഇവിടുന്ന് ഒരു HX അഥവാ HBr എന്നോ HCl എന്നോ പറഞ്ഞിട്ട് ഹാലജൻ ആസിഡ് റിമൂവ് ആയി പോകും. സോ ആ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, HCl എന്ന് പറഞ്ഞിട്ടോ, ഇവിടെ നമ്മൾ CL ആണ് യൂസ് ചെയ്യണമെങ്കിൽ HCl ഇവിടുന്ന് പോകും, BR ആണ് യൂസ് ചെയ്യണമെങ്കിൽ HBr എന്നുള്ള കോമ്പൗണ്ട് പോകും. അങ്ങനെ ആ ഒരു കോമ്പൗണ്ട് ഇവിടുന്ന് റിമൂവ് ആയിട്ടാണ് നമ്മൾക്ക് ആൽക്കീൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ കോമ്പൗണ്ട് കിട്ടുന്നത്. സോ ആ ഒരു പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ഡീഹൈഡ്രോജിനേഷൻ. അപ്പോൾ നിങ്ങൾ പഠിക്കുക, ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് ഇവിടെ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കീൻ എന്ന് പറഞ്ഞിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ഉണ്ടാവുന്നത്. പ്രിപ്പറേഷൻ്റെ റിയാക്ഷൻസ് മൊത്തം കാണാതെ പഠിക്കുക. ഇതിൽ വന്നിട്ടുള്ള ഈ ഒരു കാറ്റലിസ്റ്റിനെ കാണാതെ മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ നടക്കുന്ന പ്രോസസ്സ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ആണെന്ന് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എഴുതി പഠിച്ചാൽ ഈ ഒരു കാര്യം കൃത്യമായിട്ട് പഠിക്കും. സോ ഈ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് ആൽക്കീൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നമ്മൾക്ക് എന്ത് ചെയ്തു, ഈഥീൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ടിനെ കിട്ടി. ഇങ്ങനെ നമുക്ക് ഏത് ആൽക്കീൻസിനെയും എന്ത് ചെയ്യാം, ഈ ഒരു ആൽക്കൈൽ ഹാലൈഡ് വെച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമ്മളതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ആൽക്കീൻ്റെ പ്രോപ്പർട്ടീസ്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്. അതായത് ഹൈഡ്രജൻ ഹാലൈഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു കോമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്താൽ, അഥവാ ആൽക്കീനിക്ക് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിലേക്ക് ആൽക്കീനിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ഹാലൈഡ്സിനെ ആഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, വെരി ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെ പറയാം. ഈ ഒരു കാര്യം എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഇത് കുറച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഫുൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഹാലൈഡ് നമ്മൾ പറഞ്ഞു, ഹാലജൻ ഗ്രൂപ്പ് X എന്ന് പറഞ്ഞിട്ടുള്ള ഹാലജൻ ഗ്രൂപ്പ് ആരൊക്കെയാണ്, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഈ കോമ്പൗണ്ടുകൾ ഹൈഡ്രജൻ്റെ ഒപ്പം കൂടി വന്നാൽ അതെന്തായി, ഹൈഡ്രജൻ ഹാലൈഡായി. അതായത് ഇവൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, H വന്നു, HX. ഇതൊരു ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുല, ജനറൽ ഫോർമുലയാണ്. ഇത് CLൻ്റെ ഒപ്പം വന്നാൽ HCl ആയി, HBrൻ്റെ ഒപ്പം വന്നാൽ HBr എന്നുള്ള കോമ്പൗണ്ടായി മാറി, അയഡിൻ്റെ ഒപ്പം വന്നാൽ H ആയി. ഇതൊക്കെ എന്താണ്, ഹൈഡ്രജൻ ഹാലൈഡുകളാണ്. ഈ ഹൈഡ്രജൻ ഹാലൈഡിനിട്ട് ആൽക്കീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കൂടി ചേർന്നാൽ എന്താണ് സംഭവിക്കുക, അതാണ് പറയാൻ പോകുന്നത്.
നമ്മളെ കയ്യിൽ എന്തുണ്ട്, ഈഥീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൽക്കീൻ ഉണ്ട്. ഈ ഈഥീൻ എന്ന് പറഞ്ഞ ആൽക്കീൽക്ക് HBr എന്ന് പറഞ്ഞിട്ടുള്ള ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ഡബിൾ ബോണ്ടിൻ്റെ ഇപ്പുറത്തും ഒരേപോലെ ആൾക്കാരാണ്. ഈ രണ്ട് ആളുകൾക്കും എന്ത് ചെയ്യും, ഇതിൽ നിന്നുള്ളൊരു H ഇങ്ങോട്ട് പോവും, ഇതിൽ നിന്നുള്ള Br ഇങ്ങോട്ട് പോവും. അല്ലെങ്കിൽ എങ്ങനെ പറയാം, നമുക്ക് ഏത് രീതിയിലും പറയാം, ഇതിൽ നിന്നുള്ള H ഇങ്ങോട്ട് പോവും അല്ലെങ്കിൽ Br ഇങ്ങോട്ട് പോവും. ഈക്വലായിട്ട് അങ്ങോട്ട് കൊടുക്കും. ഇതെന്താണ്, രണ്ടും സിമ്മട്രിക് ആണ്. ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഒരേപോലെ കിട്ടുക. സിമ്മട്രിക് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബണാണ് ഇവിടെ തന്നിട്ടുള്ളത്. സിമ്മട്രിക്, അൺസിമ്മട്രിക് നമ്മളിവിടെ പറയും. ഇപ്പോൾ സിമ്മട്രിക് ആയിട്ടുള്ള ഈ ഒരു ഹൈഡ്രോ കാർബണിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ഹാലൈഡിന് ആഡ് ചെയ്താൽ ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഇതിലുള്ള ഹൈഡ്രജൻ ഒരു കാർബണിലേക്ക് പോവും, അതിലുള്ള Br അടുത്ത കാർബണിലേക്ക് പോവും. അല്ലെങ്കിൽ എന്ത് പറയാം, ഈ ഒരു ഹൈഡ്രജൻ ഇതിലേക്ക് പോവും, ഇതിലേക്ക് എങ്ങനെ പറഞ്ഞാലും സെയിം കോമ്പൗണ്ട് ആണ് കിട്ടുക. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, സിമ്മട്രിക് ആയിട്ടുള്ള ഈ ഒരു ഹൈഡ്രോ കാർബണിൽ ആൽക്കീന്, ഇതൊരു സിമ്മട്രിക് ആയിട്ടുള്ള ആൽക്കീനാണ്. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ രണ്ട് കഷ്ണാക്കിയാൽ, ഇങ്ങനെ ഈ ഒരു ഡബിൾ ബോണ്ട് വെച്ച് രണ്ട് കഷ്ണാക്കി, അപ്പോൾ രണ്ട് ഭാഗത്തും ഈക്വൽ ആയിട്ട് ഡിവിഷൻ കിട്ടിയാൽ അത് സിമ്മട്രിക് ആണ്. നമ്മളിപ്പോൾ ഒരു 0 എന്നുള്ള ഒരു ഇതെടുത്തു, ഇതിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തു. രണ്ടായിട്ട് കട്ട് ചെയ്താൽ ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ കിട്ടും, ഇത് രണ്ട് പോർഷൻ, രണ്ടും സെയിം പോർഷൻ അല്ലേ, രണ്ടും CC എന്ന് പറഞ്ഞാൽ രണ്ട് പോർഷൻ കിട്ടുക ചെയ്യുക. സോ ഈ ഒരു പോർഷൻ രണ്ടും ഇത് നമുക്ക് സിമ്മട്രിക് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ എന്ത് ചെയ്യാണ്, ഇതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിമ്മട്രിക് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ സിമ്മട്രിക് ആയിട്ടുള്ള ആൽക്കീനിലേക്ക് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, ഇതിലുള്ള ഒരു H എന്ത് ചെയ്യും, ഇതിലേക്ക് പോവും, Br ഇതിലേക്ക് പോവും. അപ്പോൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. അപ്പോൾ എന്ത് ചെയ്തു, ഇതിലുള്ള H ഇങ്ങോട്ട് പോയി, ഇത് CH3 ആയി മാറി, ഇതിലെ Br ഇങ്ങോട്ട് പോയി CH2Br ആയി മാറി. സോ എന്ത് ചെയ്തു, ഇങ്ങനെയാണ് സിമ്മട്രിക് ആയിട്ടുള്ള ഹൈഡ്രജൻ ഹാലൈഡിലേക്ക്, സിമ്മട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിലേക്ക്, ആൽക്കീനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് റിയാക്ഷൻ എടുക്കുക. വേറെ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യാണ്, വേറൊരു കോമ്പൗണ്ട് But2ene എന്ന് പറഞ്ഞിട്ടുള്ള ആൽക്കീനിലേക്ക് HBr ആഡ് ചെയ്യണം. ഇവിടെ HCl ആഡ് ചെയ്താലും HI ആഡ് ചെയ്താലൊക്കെ ഒരേപോലെ തന്നെയാണ് സംഭവിക്കുക. ഒരു എക്സാമ്പിൾ വെച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു HBr ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ഇതിനെപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. സിമ്മട്രിക് ആണല്ലോ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. സിമ്മട്രിക് രണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരേപോലെ ഇവിടെ CH3 കിട്ടുന്നത്, ഇവിടെ CH3 കിട്ടുന്നത്, രണ്ടോടത്തും സെയിം ആളാണ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സിമ്മട്രിക് ഒരേപോലെ കിട്ടുന്നത് മനസ്സിലായി. ഒരു Hനെ നമുക്ക് എന്ത് ചെയ്യാം, ഇവനക്ക് കൊടുക്കാം. ഒരു Hനെ ഡബിൾ ബോണ്ട് ഉള്ള ഇവനക്ക് ഒരു Hനെ കൊടുക്കാം, ഡബിൾ ബോണ്ട് ഉള്ള ഭാഗത്ത് ഒരു Brനെയും കൊടുക്കാം. സോ എന്ത് കിട്ടി, ഈ ഒരു Hൻ്റെ ഭാഗത്ത് CH2, സോ CH3 CH2 എന്ന് വരും. പിന്നെ Br എന്ത് ഇങ്ങോട്ട് പോവും, CHBr CH3. അപ്പോൾ ഒരു കോമ്പൗണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സിമ്മട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിലേക്ക്, സിമ്മട്രിക് ആയിട്ടുള്ള ആൽക്കീനിലേക്ക് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു H എന്ത് ചെയ്യും, അതിൻ്റെ ഡബിൾ ബോണ്ടിലുള്ള ഒരു കാർബണിലേക്ക് പോവും, ഒരു Br എന്ത് ചെയ്യും, അതിൻ്റെ പുറത്തേക്ക് പോകും. സോ ഇവിടെ എന്ത് ചെയ്യും, ഈ CH3ക്ക് വന്നപ്പോൾ CH2ക്ക് വന്നപ്പോൾ CH3 ആയി മാറി, ഈ CH2ക്ക് Br വന്നപ്പോൾ CH2Br ആയി മാറി. ഇവിടെ അതേപോലെ തന്നെ ഇതിലുള്ള ഒരു H എന്ത് ചെയ്തു, അതിൻ്റെ ഡബിൾ ബോണ്ടിലുള്ള പുറത്തേക്ക് പോയി, Br എന്ത് ചെയ്യും, പുറത്തേക്ക് പോയി. അങ്ങനെ എന്ത് വരും, ഈ ഒരു CH2 എന്നുള്ളത് CH എന്നുള്ള CH2 ആവും, ഈ ഒരു CH എന്നുള്ള CHBr ആയിട്ട് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടും. സോ ഇതാണ് പ്രോപ്പർട്ടി. ഹൈഡ്രജൻ ഹാലൈഡിനായിട്ടുള്ള റിയാക്ഷൻ ഇങ്ങനെയാണെന്ന് പഠിക്കാം സിമ്മട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൻ്റെ കേസിൽ. ജനറൽ ആയിട്ട് നമുക്ക് പറയാം, ഇപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ട് ജനറലായിട്ട് HX എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിനോ ബ്രോമിനോ അയഡിനോ ആരെങ്കിലും ഒരാളാവാം. അപ്പോൾ ഇവൻ HCl അല്ലെങ്കിൽ HBr HI ഏതെങ്കിലും ഒരാളാവാം. അപ്പോൾ ജനറലായിട്ട് റിയാക്ഷൻ പറയാണ്, ഈ മൂന്നിലൊരാൾ HX എന്ന് പറഞ്ഞാൽ ഇവിടെ CLO Br അയഡിനോ ആരെങ്കിലും ഒരാളാവാം. ഒരു ജനറൽ റിയാക്ഷൻ പറയണം, എന്താ ഉണ്ടാവുക, ഇവിടെ സിമ്മട്രിക് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബണേറ്റ് റിയാക്ഷൻ ആൽക്കീനായിട്ട് റിയാക്ഷൻ നടത്തുന്ന സമയത്ത്, സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡബിൾ ബോണ്ടിന് അപ്പുറത്തും ഇപ്പുറത്തും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഒരേപോലെ അപ്പുറത്തും ഇപ്പുറത്തും കിട്ടുകയാണെങ്കിൽ അത് സിമ്മട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ്. സോ ഈ സിമ്മട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ, സിമ്മട്രിക് ആയിട്ടുള്ള ആൽക്കീൻ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്തു. അപ്പോൾ ഒരു H എന്ത് ചെയ്യും, അതിൻ്റെ ഇപ്പുറത്തുള്ളവർക്ക് പോകും, ഇത് CH3 ആയി മാറി. ഈ ഒരു X അഥവാ Cl ക്ലോറിനോ ബ്രോമിനോ എന്ത് ചെയ്യും, CH2ൻ്റെ ഒപ്പം പോകും, CH2X അല്ലെങ്കിൽ CH2Cl CH2Br CH2 അയഡിനോ ഏതെങ്കിലും ഒന്ന് വരും. ഇതാണ് ഫസ്റ്റ് നമുക്ക് സിമ്മട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിലേക്ക് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്താൽ കിട്ടുന്ന കാര്യം. നമുക്ക് പഠിക്കേണ്ടത് വേറൊരു കാര്യം, ഇവിടെ നോക്കുക, ഈ ഒരു റിയാക്ഷൻ നോക്കുക, ഇവിടെ അൺസിമ്മട്രിക് ആയിട്ട് ഹൈഡ്രോ കാർബൺ തന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ രണ്ട് എക്സാമ്പിളും സിമ്മട്രിക് ആയിട്ടാണ് പഠിച്ചത്. എന്താണ് സിമ്മട്രിക്, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. സിമ്മട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ അഥവാ നമ്മൾ ഡബിൾ ബോണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് കഷ്ണം ഈക്വൽ ആകട്ടണത്. ഇവിടെയും ഡിവൈഡ് ചെയ്തപ്പോൾ ഈക്വൽ ആണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് രണ്ട് സിമ്മട്രിക് ആയിട്ടുള്ളതിൻ്റെ ഹൈഡ്രജൻ ഹാലൈഡ് വെച്ചിട്ടുള്ള റിയാക്ഷൻ പറഞ്ഞു. ഇനി ഇത് അൺസിമെട്രിക് ആണെങ്കിലോ, ഹൈഡ്രോ കാർബൺ എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഞാൻ ഡബിൾ ബോണ്ട് ഡിവൈഡ് ചെയ്തു.
കട്ട് ചെയ്തപ്പോൾ ഇവിടെ CH2 ആ കിട്ടണത്, ഈ ഭാഗത്തോ CH3CH ആ കിട്ടണത്. ഇതെന്തല്ല, സിമ്മെട്രിക് അല്ല, ഇത് അൺസിമ്മെട്രിക് കോമ്പൗണ്ടാണ്. അൺസിമ്മെട്രിക് ഹൈഡ്രോ കാർബണാണ്, അല്ലെങ്കിൽ അൺസിമ്മെട്രിക് ആൽക്കീനാണ്. ഈ അൺസിമ്മെട്രിക് ആൽക്കീനിൽക്ക് ഹൈഡ്രജൻ ഹാലൈഡ് ഞാൻ ആഡ് ചെയ്യാണ്. ഇങ്ങനെ ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, അതാണ് നമ്മൾ പറയാൻ പോണത്. അതായത് ഇവിടെ അൺസിമ്മെട്രിക് ആയിട്ടുള്ള കോമ്പൗണ്ടിൽക്ക് ഹൈഡ്രജൻ ഹാലൈഡായ HBr അല്ലെങ്കിൽ HCl അല്ലെങ്കിൽ HI ഏതെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടും. നേരത്തെ ഒരു പ്രൊഡക്റ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അഥവാ സിമ്മെട്രിക്കിൻ്റെ കേസിൽ ഒരു പ്രൊഡക്റ്റാണ് കിട്ടുക. ഇവിടെ അൺസിമ്മെട്രിക് ആയതുകൊണ്ട് 2 പ്രൊഡക്റ്റ് കിട്ടും. അതായത് ആദ്യത്തെ പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യും, ഈ ഒരു H ഇവനൊപ്പം പോവും, ഈ ഒരു Br ഇവൻ്റെ ഒപ്പം പോവും. ഏത് രീതിയിലും പറയാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റിയിട്ട് വേണമെങ്കിലും പറയാം. അതായത് ഈ ഒരു H എന്ത് ചെയ്യാം, ഇവൻ്റെ ഒപ്പം ആദ്യം പോകും, അതെന്താവും CH3 ആയി മാറും. പിന്നെ ഈ Br എന്ത് ചെയ്യും, ഇവൻ്റെ ഒപ്പമായി മാറും, അപ്പോൾ Br CHBr. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടി. അപ്പോൾ ഇത് ഒന്നാമത്തെ കോമ്പൗണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്തത്, ഈ റിയാക്ഷനിൽ ഒരു H എന്ത് ചെയ്യാണ്, ഇവൻ്റെ ഒപ്പം പോവാണ്, Br ഇവൻ്റെ ഒപ്പം പോവാണ്. അത് ഒന്നാമത്തെ റിയാക്ഷൻ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടി. രണ്ടാമത് വേറൊരു പ്രൊഡക്റ്റും കൂടെ ആവാം. ഇപ്പോൾ ഈ H എന്ത് ചെയ്യാം, ഇവൻ്റെ ഒപ്പം പോവാം, അപ്പോൾ ഇതെന്തായി മാറും, CH2 ആയി മാറും. ഈ Br എന്ത് ചെയ്യാം, ഇങ്ങോട്ട് പോയി മാറാം, അപ്പോൾ ഇത് CH2Br ആയി മാറാം. സോ എന്ത് ചെയ്തു, രണ്ടാമതൊരു കോമ്പൗണ്ട് കിട്ടി. അപ്പോൾ അൺസിമ്മെട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൻ്റെ ഒപ്പം ഹൈഡ്രജൻ ഹാലൈഡ്, അൺസിമ്മെട്രിക് ആയിട്ടുള്ള ആൽക്കീൻ്റെ ഒപ്പം ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് 2 പ്രൊഡക്റ്റ് കിട്ടും. ഒന്ന് എന്താണ്, അവൻ്റെ ഒരു ഹൈഡ്രജൻ ഒരു കോമ്പൗണ്ടിൻ്റെ ഡബിൾ ബോണ്ടിൽ ഒരു കോമ്പൗണ്ടിൻ്റെ കാർബണിൻ്റെ ഒപ്പം പോവും, Br എന്ത് ചെയ്യും, ഒരു കാർബണിൻ്റെ ഒപ്പം പോവും. നെക്സ്റ്റ് കേസിലോ ഒരു ഹൈഡ്രജൻ അടുത്ത കാർബണിലേക്ക് പോവാം, നെക്സ്റ്റ് Br അടുത്ത Brലേക്ക് പോവാം. അങ്ങനെ എന്ത് കിട്ടും, നമുക്ക് 2 കോമ്പൗണ്ട് കിട്ടും, 2 പ്രൊഡക്റ്റുകൾ കിട്ടും. ഈ ഒരു കേസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്, നമ്മൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പ്രൊഡക്റ്റ് കിട്ടും. ഏത് പ്രൊഡക്റ്റാണ് കൂടുതൽ കിട്ടുകയെന്ന് പഠിക്കണം. അതായത് ഏത് പ്രൊഡക്റ്റാണ് മേജർ, ഏത് പ്രൊഡക്റ്റാണ് മൈനർ. മൈനർ എന്ന് പറഞ്ഞാൽ കുറവ്, മേജർ എന്ന് പറഞ്ഞാൽ കൂടുതൽ. ഏത് പ്രൊഡക്റ്റാണ് ഇതിൽ കൂടുതൽ കിട്ടുകയെന്ന് പഠിക്കണം. നമുക്കിവിടെ 2 പ്രൊഡക്റ്റ് കിട്ടി, ഇതിപ്പോൾ രണ്ടും ഒരേ അളവിലല്ല വരിക, ഒരു പ്രൊഡക്റ്റ് ഇതിൽ കൂടുതലായിരിക്കും. അത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഇവരുന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. എക്സാമിന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞതെന്നുള്ളതൊന്നും കൂടെ പറയാം. ഞാനിവിടെ പറഞ്ഞത് പ്രോപ്പർട്ടീസ് ആണ്, അഥവാ ആൽക്കീൻ്റെ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. ഹൈഡ്രജൻ ഹാലൈഡിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആൽക്കീനായിട്ട് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൽക്കീൻ്റെ സിമ്മെട്രിക്കൽ കേസ് വെച്ചിട്ടാണ് പറഞ്ഞത്. അതായത് ഇവിടെ സിമ്മെട്രിക്കൽ ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഹൈഡ്രജൻ ഒരു കാർബണിലേക്ക് Br ഒരു കാർബണിലേക്ക് പോകും. എന്ത്, സിമ്മെട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൻ്റെ കേസിലാണെങ്കിൽ. ഇത് അൺസിമ്മെട്രിക് ആണെങ്കിൽ നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടും. ഒരു ഹൈഡ്രജൻ ഈ കാർബണിക്ക് പോവാം, Br വേറെ പോവാം. നേരെ ഓപ്പോസിറ്റ് സംഭവിക്കാം, ഹൈഡ്രജൻ ഇതിൽക്കും പോവാം, Br ഇതിൽക്കും പോവാം. സോ അൺസിമ്മെട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണേറ്റ് ഹൈഡ്രജൻ ഹാലൈഡ് റിയാക്ഷൻ നടത്തുമ്പോൾ 2 പ്രൊഡക്റ്റ് വരാം. അതിലൊരു പ്രൊഡക്റ്റ് എന്താണ്, മേജറാണ്, ഒരു പ്രൊഡക്റ്റ് മൈനറാണ്. ഏതാണ് മേജർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രത്യേക ഒരു കാര്യം അറിയേണ്ടതുണ്ട്. നമ്മളിവിടെ ഈ ഒരു അൺസിമ്മെട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണേറ്റ് ഹൈഡ്രജൻ ഹാലൈഡായ HBr എന്ത് ചെയ്തു, റിയാക്ട് ചെയ്തു, 2 പ്രൊഡക്റ്റുകൾ കിട്ടി. ഏതാണ് ഇതിൽ മേജർ പ്രൊഡക്റ്റ്? Here the major product is determined by a rule called Markovnikov's rule or Markovnikov's rule. ഒരു മാർക്കോണിക്കോവ്സ് റൂള് എന്ന റൂൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഏതാണ് കൂടുതലായിട്ട് കിട്ടുക, ഏതാണ് കുറവായിട്ട് കിട്ടുക, ഏതാണ് മേജർ അല്ലെങ്കിൽ ഏതാണ് മൈനർ എന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് മേജർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടണം. മേജർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ടുപിടിക്കൽ ഇത് മാർക്കോണിക്കോവ്സ് റൂൾ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് മേജർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കോണിക്കോവ്സ് റൂൾ വെച്ച് കണ്ടുപിടിച്ചാൽ മൈനർ ഏതാണെന്ന് കിട്ടും. സോ മേജർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള റൂളാണ് മാർക്കോണിക്കോവ്സ് റൂൾ. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അൺസിമെട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൻ്റെ ഒപ്പം ഹൈഡ്രജൻ ഹാലൈഡ് കോമ്പൗണ്ട് കൂടി ചെയ്യുന്ന സമയത്ത് 2 കോമ്പൗണ്ടുകൾ കിട്ടും. ഈ 2 കോമ്പൗണ്ടിൽ ഏതാണ് മേജർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള റൂൾ ഉപയോഗിക്കും. അഡീഷൻ ഓഫ് HBr ടു ദി സിമ്മട്രിക്കൽ ആൽക്കീൻ, അത് HBr ആയാലും HCl ആയാലും HI ആയാലും നമ്മൾ ഒരു മാർക്കോണിക്കോവ്സ് റൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
മേജർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു റൂള് കൃത്യമായിട്ട് പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റൂള് ചോദിക്കാറുണ്ട്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ രണ്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ് മേജർ പ്രൊഡക്റ്റ് കിട്ടണത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമ്മൾ പറയാം അത് മാർക്കോണിക്കോസ് റൂള് വെച്ചിട്ടാണ് മേജർ പ്രൊഡക്റ്റ് കിട്ടണത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആൻസർ എഴുതണം. എന്താണ് ഈ മാർക്കോണിക്കോസ് റൂൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ദി റൂൾ സ്റ്റേറ്റ് ദാറ്റ്, ഈ റൂൾ എന്ന് പറഞ്ഞാൽ when an unsymmetric reagent is added to an unsymmetric alkene, നമ്മൾ എന്ത് ചെയ്യാണ് ഈ അൺസിമെട്രിക് ആയിട്ടുള്ള റിയേജൻറ്റ് അഥവാ HBr നമ്മൾ പറയുന്ന പേരാണ്. ഒന്നിക്ക് റിയേജൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം അൺസിമെട്രിക് റിയേജൻറ്റ്. ഇതിന് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമെട്രി കിട്ടുമോ? ഇവരെ നമ്മൾ കട്ട് ചെയ്യാണ്. ഇപ്പോൾ രണ്ട് കോമ്പൗണ്ട്, ഇവിടെ Br എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ് കിട്ടുക. സോ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് ശ്രദ്ധിക്കുക. അൺസിമെട്രിക് ആയിട്ടുള്ള റിയേജൻറ്റ് അൺസിമെട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിലേക്ക് ആഡ് ചെയ്യണ സമയത്ത് ദി നെഗറ്റീവ് പാർട്ട് ഓഫ് ആൻ അഡൻറ്റം, അതായത് ഈ ഒരു HBr എന്ന് പറഞ്ഞ റിയേജൻറ്റിന് പറഞ്ഞ പേരാണ് അഡൻറ്റം. HBr നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറയാം? അഡൻറ്റം എന്ന് പറയാം. അഡൻറ്റം എന്ന് പറഞ്ഞാൽ ലോൽ ഉപയോഗിക്കുന്നതാണ് അഡൻറ്റം. നെഗറ്റീവ് പാർട്ട് ഓഫ് ആൻ അഡൻറ്റം ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ദി കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് ഈ മാർക്കോണിക്കോവ്സ് റൂൾ പറയാണ് അൺസിമെട്രിക് ആയിട്ടുള്ള റിയേജൻറ്റ് അൺസിമെട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിലേക്ക് ആഡ് ചെയ്താൽ ഈ അഡൻറ്റം അഥവാ ഈ റിയേജൻറ്റിൻ്റെ നെഗറ്റീവ് പാർട്ട് കാർബണിൽ കുറച്ച് ഹൈഡ്രജൻ ഉള്ളതിൻ്റെ മേലെ പോയിട്ട് അറ്റാച്ച് ചെയ്യും എന്നുള്ളതാണ് മാർക്കോണിക്കോവ്സ് റൂൾ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കുക. അൺസിമെട്രിക് ആയിട്ടുള്ള റിയേജൻറ്റ് അൺസിമെട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിലേക്ക് ആഡ് ചെയ്താൽ ഈ ഒരു റിയേജൻറ്റിൽ നെഗറ്റീവ് പാർട്ട് അഥവാ ഈ റിയേജൻറ്റിന് പറഞ്ഞ പേരാണ് അഡൻറ്റം. ഈ ഒരു റിയേജൻറ്റിൻ്റെ ഈ നെഗറ്റീവ് പാർട്ട് കാർബണിൽ കുറഞ്ഞ ഹൈഡ്രജൻ ഉള്ള ആ കാർബണിൽ പോയിട്ട് ബോണ്ട് ചെയ്യും. ആ ഒരു കോമ്പൗണ്ടാണ് മേജർ. അതാണ് ആര് പറയുന്നത്? മാർക്കോണിക്കോവ്സ് റൂള്. അതായത് ഇതിൽ Br നെഗറ്റീവ് പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ചെറിയ കാർബൺ അഥവാ കുറഞ്ഞ ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ടിൽ പോയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ്? ഇതാണ്. സോ ഈ ഒരു കോമ്പൗണ്ടാണ് ഇതിൽ മേജർ, ഇതാണ് മൈനർ. അപ്പോൾ നമ്മൾ മേജർ പ്രൊഡക്റ്റ് മാർക്കോണിക്കോവ്സ് റൂൾ വെച്ച് കണ്ടുപിടിച്ചു. സോ മറ്റേ കോമ്പൗണ്ട് മൈനറാന്ന് പറയാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഇവിടെ പല രീതിയിൽ പല ടീച്ചേഴ്സ് പല എക്സ്പ്ലനേഷനാണ് കൊടുക്കാറ്. ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം തന്നെ ഈ ലോ തന്നെ നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കാനുള്ളൂ. ഇത് വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊളാക്കാറൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്ന രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഈ ഒരു മാർക്കോണിക്കോവ്സ് റൂൾ ഉപയോഗിക്കുന്നത് ഈ അൺസിമെട്രിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആൽക്കീൻ്റെ ഒപ്പം ഹൈഡ്രോജൻ ഹാലൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രൊഡക്റ്റ് കിട്ടും. ഈ രണ്ട് പ്രൊഡക്റ്റിൽ ഏതാണ് മേജർ ഏതാണ് മൈനർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ മാർക്കോണിക്കോവ്സ് റൂൾ ഉപയോഗിക്കുന്നത്. അതായത് അതിലുള്ള മേജർ പ്രൊഡക്റ്റ് നമുക്ക് മാർക്കോണിക്കോവ്സ് റൂൾ വെച്ച് കണ്ടുപിടിക്കാം. എന്താണ് മാർക്കോണിക്കോവ്സ് റൂൾ പറയുന്നത്? നെഗറ്റീവ് പാർട്ട് ഓഫ് ആൻ അഡൻറ്റം ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു ദി കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതായത് ആ ഒരു അഡൻറ്റത്തിൻ്റെ നെഗറ്റീവ് പാർട്ട് ആ ഒരു കാർബണിൽ ഏതിലാണോ കുറഞ്ഞ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ളത് അതിൽ പോയിട്ടാണ് ബോണ്ട് ചെയ്യുക. അതിനാണ് എന്തെന്ന് പറയുന്നത്? മാർക്കോണിക്കോവ്സ് റൂള് എന്ന് പറയുന്നത്. ഇവിടെ നെഗറ്റീവ് പാർട്ട് ഓഫ് അഡൻറ്റം എന്ന് പറയുന്നത് ഏതാ? ഈ -Br. ഇതാണ് അത് നെഗറ്റീവ് പാർട്ട്. ഈ ഒരു അഡൻറ്റത്തിൻ്റെ നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു Br അഥവാ HBrൽ നിന്ന് നമ്മൾ ഈ ഒരു HBrനെ നമ്മൾ H+ ആൻഡ് Br- എന്നാണ് എഴുതാറ്. ഇതാണ് നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഈ ഒരു ബോണ്ടിനല്ല നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇതിൽ നെഗറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ Br- എന്നുള്ള പാർട്ടാണ്. ഈ ഒരു Br- എന്ത് ചെയ്യും? ഇതിൽ കുറഞ്ഞ കാർബണുള്ള ഹൈഡ്രജൻ ഏതാണ്? കുറഞ്ഞ ഹൈഡ്രജൻ ഉള്ള കാർബൺ ഏതാണ്? അതിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യും. ആ ഒരു കോമ്പൗണ്ട് ആയിരിക്കും അതിൽ മേജർ. സോ നമുക്ക് മേജർ കോമ്പൗണ്ട് കിട്ടി, മൈനർ കോമ്പൗണ്ട് കിട്ടി. അപ്പോൾ ഈ മാർക്കോണിക്കോവ്സ് റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റി? ഇതിൻ്റെ മേജർ പ്രൊഡക്റ്റും മൈനർ പ്രൊഡക്റ്റും കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് കാർബണിൽ ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ റിയാക്ഷൻ മനസ്സിലായി. നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച എന്താണ്? സാച്ചുറേറ്റഡ് കാർബണിൽ നിന്ന് എന്താണ് ഹൈഡ്രജൻ്റെ റിയാക്ഷൻ. അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സാച്ചുറേറ്റഡ് കാർബൺ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരു കാർബണിൽ പോകും, ഒരു Br ഒരു കാർബണിൽ പോകും. അത് ഏത് കോമ്പൗണ്ട് ആണെങ്കിലും എന്ത് ചെയ്യണം? ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തും കൊണ്ടുപോയിട്ട് ബോണ്ട് ചെയ്താൽ മതി. എങ്ങനെ ചെയ്താലും അത് കറക്റ്റാണ്. ഏത് രീതിയിൽ നമ്മൾ ബോണ്ട് കൊടുത്തു കഴിഞ്ഞാലും രണ്ടും ഒരേ കോമ്പൗണ്ട് തന്നെയാണ് കിട്ടുക. അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൻ്റെ കേസിലാണ് ഈ ഒരു മാർക്കോണിക്കോവ്സ് റൂൾ വെച്ചിട്ട് ഏതാണ് മേജർ ഏതാണ് മൈനർ. ഇപ്പോൾ നമുക്ക് കിട്ടി ഈ ഒരു നെഗറ്റീവ് പാർട്ട് ഇതിൽ വന്ന് പിടിച്ചുകൊണ്ട് ഇതാണ് ഇതിൻ്റെ മേജർ. കുറഞ്ഞ കാർബണുള്ള ഹൈഡ്രജനുള്ള കാർബണിലാണ് Br വരിക. സോ ഇതാണ് എന്ത്? മേജർ പ്രൊഡക്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റി. ഇവിടെ നമ്മൾ പഠിക്കണതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കുക.
ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ HBr എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ റിയാക്ഷനിൽ നമ്മൾ ഓർഗാനിക് പെറോക്സൈഡ് യൂസ് ചെയ്താൽ ഈ ഒരു മാർക്കോണിക്കോവ്സ് റൂളിൻ്റെ എതിരുള്ള പ്രൊഡക്റ്റാണ് മേജറായിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ. നമ്മൾ മാർക്കോണിക്കോവ്സ് റൂൾ പഠിച്ചു, അതിനൊപ്പം പഠിക്കേണ്ട ഒരു കാര്യമാണ് ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ. ഇത്ര മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇവിടെ നടന്ന ഈ റിയാക്ഷൻസ് ഉണ്ടല്ലോ, ഈ റിയാക്ഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, പെറോക്സൈഡിൻ്റെ ഓർഗാനിക് പെറോക്സൈഡ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ അവിടെ ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ അഥവാ മാർക്കോണിക്കോവ്സ് റൂളിൻ്റെ എതിരെയാണ് കിട്ടുക. എന്താണ് പറഞ്ഞത് അവിടെ മാർക്കോണിക്കോവ്സ് റൂൾ എന്താ കിട്ടുക, മേജർ പ്രൊഡക്റ്റിൻ്റെ കേസാണ് പറഞ്ഞത് അല്ലേ. ഇവിടെ ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, അവിടെ ആ ഒരു മൈനർ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് കിട്ടും. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കുറഞ്ഞ ഹൈഡ്രജൻ ഉള്ളതിലേക്ക് നെഗറ്റീവ് പാർട്ട് ഓഫ് വരും, അത് മേജറായി മാറും എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒപ്പോസിറ്റ് ആയിട്ട് വരും ഈ ഒരു കോമ്പൗണ്ട് മേജർ ആവും ആരും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓർഗാനിക് പെറോക്സൈഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക, പഠിക്കുക. നമ്മൾക്ക് ഈ ഒരു ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ ഒപ്പമുള്ള ടോപ്പിക്കാണിത്, അതിനൊപ്പം പഠിക്കേണ്ട ടോപ്പിക്കാണ് ഈ ഒരു മാർക്കോണിക്കോവ്സ് റൂളും ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂളും. ഇൻ ദി പ്രസൻസ് ഓഫ് പെറോക്സൈഡ് addition of HBr to unsymmetric alkene takes place in against മാർക്കോണിക്കോ റൂൾ. അതായത് നമ്മളിവിടെ ഇത് പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു റിയാക്ഷൻ മാർക്കോണിക്കോവ്സ് റൂളിന് എതിരായിട്ടാണ് നടക്കുക. ദിസ് നോൺ ആസ് കരാഷ് എഫക്റ്റ് അല്ലെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ അല്ലെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോവ് അഡിഷൻ റിയാക്ഷൻ എന്ന് പറയും. ഈ ഒരു പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണെങ്കിൽ പ്രത്യേകം മനസ്സിലാക്കുക, ഇവിടെ നടക്കുന്ന ഈ റിയാക്ഷൻ പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണെങ്കിൽ ആ റിയാക്ഷൻ മാർക്കോണിക്കോവ്സ് റൂളിന് എതിരായിട്ടാണ് നടക്കുക, ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂളാണ് നടക്കുക. ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് പറഞ്ഞാൽ മറ്റേ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, മാറും, മേജറായിട്ട് മാറും. സോ എന്ത് ചെയ്തു, ഈ ഒരു റിയാക്ഷൻ നമ്മൾ HBr നെറ്റ് ഓർഗാനിക് പെറോക്സൈഡ് നടത്തിയ സമയത്ത് അതിൻ്റെ അപ്പുറത്തുള്ള കോമ്പൗണ്ട് എന്തായി മാറി, മേജറായിട്ട് മാറി. സോ അങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടി. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയാൽ ഈ ഒരു ടോപ്പിക്ക് ആൽക്കീൻ്റെ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ആൽക്കീൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനെ കുറിച്ചാണ്. ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ പ്രിപ്പറേഷൻ, ആൽക്കൈൽ ഹാലൈഡ് എന്നുള്ള പ്രിപ്പറേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ആൽക്കീൻ്റെ കേസിൽ പഠിക്കാനുണ്ട്. അതെന്താണ്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്. അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ആ ഒരു ഡിസ്കസ് ചെയ്യണതിൽ നമ്മൾ ഹൈഡ്രജൻ ഹാലൈഡിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിലേക്ക് സാച്ചുറേറ്റഡ് അല്ല സിമെട്രിക് ഹൈഡ്രോ കാർബണിലേക്ക് ആഡ് ചെയ്യുമ്പോഴും അൺസിമെട്രിക് ഹൈഡ്രോ കാർബണിലേക്ക് ആഡ് ചെയ്യുമ്പോഴുള്ള കാര്യം പറഞ്ഞു. സിമെട്രിക് ഹൈഡ്രോ കാർബണിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ഹാലൈഡിനെ ആഡ് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളാണ്. അൺസിമെട്രിക് ആവുന്ന സമയത്ത് അവിടെ എന്ത് വരുന്നുണ്ട്, ഒരു മേജർ പ്രൊഡക്റ്റിനും മൈനർ പ്രൊഡക്റ്റിന് കേസ് വരുന്നുണ്ട്. അവിടെ നമ്മൾ മാർക്കോണിക്കോവ്സ് റൂൾ യൂസ് ചെയ്യേണ്ടത് എന്തിന്, മേജർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ എന്നുള്ള കേസ് അവിടെ നിന്ന് മനസ്സിലാക്കുക, പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു കേസ്. രണ്ടാമത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആൽക്കെയിൻ ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്, ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ, അതിൻ്റെ പ്രിപ്പറേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടിയും കൂടെ പഠിച്ചാൽ നമുക്ക് ആ ഒരു സെക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആൽക്കൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണെ നമ്മൾ എന്തെന്ന് പറയാ, ആൽക്കൈൻസ് എന്ന് പറയാം. നമ്മൾ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള CH3 എന്ന് പറഞ്ഞു, ഈഥൈൻ എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നമ്മൾ രണ്ട് ഹൈഡ്രജൻ ഒഴിവാക്കി. അപ്പോൾ എന്തായി മാറും, അത് CH2 ഡബിൾ ബോണ്ട് CH2 ആയി, അത് ആൽക്കീനായി മാറി. നമ്മൾ എന്ത് ചെയ്തു, ആ ആൽക്കീനിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചു. ഇപ്പോൾ നമ്മൾ അവിടുന്ന് രണ്ട് ഹൈഡ്രജനെ വീണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് CH ട്രിപ്പിൾ ബോണ്ട് CH ആയി മാറും. ഇതെന്തായി, ആൽക്കൈനായി മാറി. ഈ ഒരു ആൽക്കൈൻ കോമ്പൗണ്ടിൻ്റെ ഇത് നമ്മൾക്ക് ഈഥൈൻ എന്ന് പറയാൻ പറ്റും, ഈഥൈൻ. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രിപ്പറേഷൻ കാര്യങ്ങൾ, ഈ ഒരു കോമ്പൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടി കാര്യങ്ങൾ നമ്മൾ പറയും. ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുക, രണ്ട് ഫ്രം വിസിനൈൽ ഡൈഹാലൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. എന്താ കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CaC2, ഈ CaC2നെയാണ് നമ്മൾ കാൽഷ്യം കാർബൈഡ് എന്ന് പറയാം. ഈ കാൽഷ്യം കാർബൈഡിൽ നിന്ന് എന്ത് ചെയ്യുക, ആൽക്കൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് എന്ത് ചെയ്യുക, ഹൈഡ്രോ കാർബൺ ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ വിസിനൈൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അടുത്തടുത്തിരിക്കുന്ന കാർബണിൽ ഹാലജൻ, രണ്ട് ഹാലജൻ ഗ്രൂപ്പ് വരിക,
അതിന് പറഞ്ഞ പേരാണ് വിസിനൈൽ ഡൈഹാലൈഡ്. നമ്മളെ കയ്യിൽ എന്തുണ്ട്, 2 ഹൈഡ്രജൻ കാർബൺ ഇരിക്കുന്നുണ്ട്. അതിൽ ഇവിടെ ഒരു BR ഇവിടെ ഒരു BR അല്ലെങ്കിൽ ക്ലോറിനോ അയഡിനോ അങ്ങനെ വരുന്ന കോമ്പൗണ്ടുകളെ നമുക്ക് വിസിനൈൽ ഡൈഹാലൈഡ്സ് എന്ന് പറയാം. അതിൽ നിന്ന് ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ പ്രിപ്പറേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഒരു കോമ്പൗണ്ടിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഫസ്റ്റ് നമുക്ക് കാൽഷ്യം കാർബൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷൻ പറയാം. കാൽഷ്യം കാർബൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ആൽക്കെയിനെ പ്രിപ്പയർ ചെയ്യണം. അഥവാ കാൽഷ്യം കാർബൈഡ് നമ്മുടെ കയ്യിലുണ്ട്. ഈ കാൽഷ്യം കാർബൈഡിലേക്ക് നമ്മൾ H2 ആഡ് ചെയ്തു, വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡും നമ്മൾ പറഞ്ഞിട്ടുള്ള ആൽക്കെയിൻ നമുക്ക് കിട്ടും. അഥവാ C2H2 എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സി ഉണ്ട്, 2 ഭാഗത്തും എന്തുണ്ട്, H ഉണ്ട്. ഇവിടെ 2 ഭാഗത്തും H വന്നാൽ ഇവിടെ എന്തെങ്കിലും ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും, കാരണം കാർബണിൻ്റെ വാലൻസി ഫിൽ ആവണമല്ലോ. C2H2 അപ്പോൾ CH ഒരു ആൽക്കെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈഥൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ട്രിപ്പിൾ ബോണ്ട് ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ ഈഥൈൻ എന്ന് പറയും. അല്ലെങ്കിൽ പറയുന്ന വേറൊരു പേരാണ് അസെറ്റിലിൻ അല്ലെങ്കിൽ ഈഥൈൻ. ഈ ഒരു CH2H2 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനെ നമ്മൾ പറഞ്ഞ പേരാണ് ഈഥൈൻ അല്ലെങ്കിൽ അസെറ്റിലിൻ. കോമൺ നെയിമാണ് അസെറ്റിലിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ നെയിം. അപ്പോൾ ആ ഒരു നെയിമും കൂടെ ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക. CH എന്ന് പറയുന്നതിന് നമ്മൾക്ക് ഈഥൈൻ അല്ലെങ്കിൽ അസെറ്റിലിൻ. അപ്പോൾ ഈഥൈൻ അല്ലെങ്കിൽ അസെറ്റിലിൻ ഈ 2 നെയിമുകൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ഓർത്ത് വെക്കുക. നമ്മളിവിടെ പറഞ്ഞ പ്രിപ്പറേഷൻ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇതിൽ നമ്മൾ പറയണത് കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ടിലേക്ക് നമ്മൾ H2 ആഡ് ചെയ്യുന്ന സമയത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡും C2H2 അല്ലെങ്കിൽ ഈഥൈൻ അല്ലെങ്കിൽ അസെറ്റിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും. ഇതാണ് ഒന്നാമത്തെ പ്രിപ്പറേഷൻ. കാൽഷ്യം കാർബൈഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആൽക്കെയിൻ കോമ്പൗണ്ട് ഉണ്ടാക്കുകയാണ്. രണ്ടാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വിസിനൈൽ ഡൈഹാലൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈഥൈൻ എന്നുള്ള ആൽക്കെയിൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്. ആൽക്കെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രിപ്പറേഷനാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വിസിനൈൽ ഡൈഹാലൈഡ് എടുക്കുക. എന്താണ് വിസിനൈൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ? വിസിനൈൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഹാലജൻ ഗ്രൂപ്പ് നമുക്ക് ഏതൊക്കെയാണ്, ബ്രോമിൻ, അയഡിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഈ 3 ഗ്രൂപ്പിൽ ഏതെങ്കിലും. അപ്പോൾ ഇവർ 2 ആൾക്കാരും അടുത്തടുത്തുള്ള 2 കാർബണിൻ്റെ ഒപ്പം വന്നാൽ ആ ഒരു കോമ്പൗണ്ടിനെ പറഞ്ഞ പേരാണ് വിസിനൈൽ ഡൈഹാലൈഡ്സ്. അപ്പോൾ ആ ഒരു കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തോണ്, ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യാണ്. ഈ ഒരു പ്രിപ്പറേഷനിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കോമ്പൗണ്ട് ഏതാണ്, 1,2-ഡൈബ്രോമോ ഈഥൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു കോമ്പൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് KOH ആഡ് ചെയ്യാണ്. KOH ആഡ് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഇതിൽ നിന്നുള്ള ഒരു BR ഒരു H കൂടിയിട്ട് എന്ത് ചെയ്യും, പുറത്ത് പോകും. ഒരു HBr അതിൽ നിന്ന് പുറത്ത് പോകും. ഈ റിയാക്ഷനിൽ നിന്ന് ഇവിടുന്ന് ഒരു H ഇവിടുന്ന് ഒരു BR കൂടെ കൂടിയിട്ട് ഒരു HBr ഇവിടെ നിന്ന് പുറത്ത് പോകും, -HBr. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് അവിടെ നടുവിൽ എന്തായി, ഡബിൾ ബോണ്ട് ആയി വരും. CH2 ഡബിൾ ബോണ്ട് CHBr എന്നായി മാറും. ഇവിടുന്ന് H ഇവിടുന്ന് ഒരു BRും പോയി. സോ എന്താ ചെയ്ത്, ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CHBr എന്നുള്ള കോമ്പൗണ്ട് കിട്ടി. ഇതിലേക്ക് നമ്മൾ NaNH2 ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാറ്റലിസ്റ്റിൻ്റെ ഓർമ്മകൾ വേണം നമുക്ക്. ഈ ഒരു റിയാക്ഷൻ പഠിക്കുമ്പോൾ ആ കാറ്റലിസ്റ്റൊക്കെ നമ്മൾ പഠിക്കണം. NaNH2 ആഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യും, ഇതിൽ നിന്നൊരു H പോവും, ഇതിൽ നിന്നൊരു BR പോയിട്ട് -HBr ഒരു HBr പോവും. നമുക്ക് എന്ത് കിട്ടും, ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറഞ്ഞിട്ടുള്ള ഈഥൈൻ അല്ലെങ്കിൽ ഈഥീൻ എന്ന് പറഞ്ഞിട്ടുള്ള അസെറ്റിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും. ഈഥൈൻ അല്ലെങ്കിൽ അസെറ്റിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ കോമ്പൗണ്ട് കിട്ടും. സോ ഈ 2 പ്രിപ്പറേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് കാൽഷ്യം കാർബൈഡ് എന്നുള്ള പ്രിപ്പറേഷനും വിസിനൈൽ ഡൈഹാലൈഡ് എന്നുള്ള പ്രിപ്പറേഷനും. അത് നിങ്ങൾ എഴുതി പഠിക്കുക. കാറ്റലിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓർമ്മ ഉണ്ടാവുക. ഈ രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. അതായത് ആൽക്കെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈഡ്രോ കാർബൺ അഡീഷൻ ഓഫ് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക, സൈക്ലിക് പോളിമറൈസേഷൻ. അതിൽക്ക് സൈക്ലിക് പോളിമറൈസേഷൻ നടത്തി എന്താണ് സംഭവിക്കുക, എങ്ങനെയാണ് അതിൽ പോളിമറൈസേഷൻ നടക്കുക, ഒരു പോളിമർ ഉണ്ടാവുന്ന പ്രോസസ്സിന് പറഞ്ഞാൽ പോളിമറൈസേഷൻ. സൈക്ലിക് പോളിമറൈസേഷൻ എന്നുള്ള പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് നമുക്ക് അഡീഷൻ ഓഫ് വാട്ടർ എന്നുള്ള പ്രോപ്പർട്ടി നോക്കാം. ആൽക്കെയിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, വെള്ളത്തെ ആഡ് ചെയ്യാണ്. ഇവിടെ നമ്മൾ ഈഥൈൻ എന്ന് പറഞ്ഞിട്ടുള്ള അസെറ്റിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ കോമ്പൗണ്ട് ബേസിക് ആയിട്ടുള്ള 2 കാർബണുള്ള ബേസിക് ആയിട്ടുള്ള കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ആൽക്കെയിൻ ആണ് ഈ CH എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെ വേറെ കോമ്പൗണ്ട് ഉണ്ടോ, ഒരൊറ്റ കാർബൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ചെറിയ ആൽക്കെയിൻ വെച്ച് നമ്മൾ കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിൻ്റെ ഹയർ ലെവലൊക്കെ പറയുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്ത് പഠിക്കണം. സോ ഈഥൈൻ എന്ന് പറഞ്ഞിട്ടുള്ള അസെറ്റിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ടിലേക്ക്, ഇവൻ്റെ പേരാണ് ഒന്നൊക്കെ ഈഥൈൻ എന്ന് പറയാം അല്ലെങ്കിൽ അസെറ്റിലിൻ എന്ന് പറയാം. ഇതിലേക്ക് നമ്മൾ H2 ആഡ് ചെയ്യും. H2O നമ്മൾ HOH എന്ന് എഴുതിയിട്ടില്ല, H2O ആണ്. 2 H ഇവിടെ ഉണ്ട്, O ഇവിടെ ഉണ്ട്. അപ്പോൾ HOH നമുക്ക് മനസ്സിലാവാനുള്ള ഇതിനെ അങ്ങനെ ആക്കി എഴുതിയതാണ്. H2O എന്നുള്ള കോമ്പൗണ്ടാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു H2O നമ്മൾ എന്ത് ചെയ്യാണ്, ഈ അസെറ്റിലിലേക്ക് ആഡ് ചെയ്യുക. വാട്ടറിനായിട്ടുള്ള റിയാക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അഡീഷൻ ഓഫ് വാട്ടർ ആഡ് ചെയ്താൽ ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. നമ്മളിവിടെ കാറ്റലിസ്റ്റ്
Hg2+ അല്ലെങ്കിൽ H+ എന്നുള്ള കാറ്റലിസ്റ്റുകളുണ്ട് വിത്ത് 333 കെൽവിൻ അഥവാ 333 കെൽവിനിലാണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ ഒരു റിയാക്ഷൻ നടത്തുന്നത്. ഇവിടെ ശരിക്കും നമുക്ക് ഇതിനെ കാറ്റലിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റുക, നമ്മൾ എന്ത് ചെയ്യണം H+നെ Hg2+നെ ആഡ് ചെയ്യാന്നേ പറയാൻ പറ്റുള്ളൂ. ഇൻ ദി പ്രസൻസ് ഓഫ് അതായത് 3333 കെൽവിനിലാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, H2 അതിലേക്ക് ആഡ് ചെയ്തു. H2 ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു കാർബണിലേക്ക് എന്ത് പോവും, ഒരു ഹൈഡ്രജൻ പോവും, അടുത്തൊരു കാർബണിലേക്ക് OH പോവും. ഇങ്ങനെയാണ് ഇവിടെ പ്രോസസ്സ് നടക്കുക. ഇവിടെ നോക്കിയേ, ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു കാർബണിലേക്ക് ഈ ഒരു കാർബണിലേക്ക് H പോയി, ആ ഒരു കോമ്പൗണ്ട് CH2 എന്നായി മാറി. അടുത്ത OH എന്തായി മാറി, അടുത്ത കാർബണിലേക്ക് പോയി എന്ത് ചെയ്യും, ആ ഒരു കോമ്പൗണ്ടിൽ OH വന്ന് പിടിച്ചു. ഇങ്ങനെയാണ് ഫസ്റ്റ് നടക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെ നടക്കുക. അതിനുശേഷം അത് ഐസോമറൈസേഷൻ അതിൻ്റെ ഐസോമറുകൾ ഉണ്ടായാൽ ഐസോമറിൻ്റെ റിയാക്ഷൻ ഐസോമറൈസേഷൻ ആവുക എന്നുള്ള കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചു. സോ അവിടെ ഐസോമറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് ഐസോമറൈസേഷൻ എങ്ങനെ നടക്കുക, ഈ ഒരു ഇതിലുള്ള ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും, ഇവൻ്റെ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് വരും. അഥവാ ഈ ഒരു ഡബിൾ ബോണ്ട് അതിൻ്റെ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ഹൈഡ്രജൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും, ഈ ഒരു കോമ്പൗണ്ട് ഐസോമറൈസ് ആവും. ഐസോമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇവിടെ സെയിം ആയിട്ടുള്ള കെമിക്കൽ ഫോർമുലയാണ്, ഡിഫറെൻറ്റ് അറ്റോമിക് സ്ട്രക്ചേഴ്സ് ഡിഫറെൻറ്റ് സ്ട്രക്ചറായി മാറും. സോ ഇവിടെ നോക്കിയേ, കെമിക്കൽ ഫോർമുല രണ്ടിലും സെയിം ആയിരിക്കും, രണ്ടിലും സെയിം കാർബണാണ്, സെയിം ഹൈഡ്രജനാണ്, സെയിം ഓക്സിജനാണ്. സോ അങ്ങനെയാണ് ഐസോമറൈസേഷൻ നടക്കുക. ഐസോമറൈസേഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഒരു ഡബിൾ ബോണ്ടിൽ നിന്ന് ഒരു ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും, ഇവിടെ നിന്നുള്ള ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകും. സോ ഇവിടെ ഹൈഡ്രജൻ ഇങ്ങോട്ട് പോയാൽ ഈ CH2 എന്നുള്ള CH3 ആവും. ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സിംഗിൾ ബോണ്ട് എന്തായാലും ഡബിൾ ബോണ്ടായി മാറും. സോ ഐസോമറൈസേഷൻ നടക്കും. ആദ്യം മുതൽ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് ആൽക്കൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ടിലേക്ക് വെള്ളം ആഡ് ചെയ്യുക, വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മളോട് പറയണത്. ഇവിടെ വെള്ളം ആഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു കാർബണിലേക്ക് പോകും, അത് CH2 ആയി മാറും, അടുത്ത OH അടുത്ത കാർബണിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കിട്ടും. ഈ ഒരു സ്റ്റെപ്പിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ശേഷം ഐസോമറൈസേഷൻ നടക്കും. ഐസോമറൈസേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡബിൾ ബോണ്ട് അതിൻ്റെ സിംഗിൾ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ആവും. ഒരു ഹൈഡ്രജൻ അതിൻ്റെ CH2 എന്ന് പറഞ്ഞാൽ ആ ഒരു ഡബിൾ ബോണ്ട് ഉള്ള കാർബണിലേക്ക് പോകും. സോ ഈ ഒരു ഹൈഡ്രജൻ അതിൻ്റെ കോമ്പൗണ്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു CH2 എന്നുള്ളത് CH3 ആയി മാറും. ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആയി മാറും. ഈ ഒരു കോമ്പൗണ്ട് എത്തനാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമ്പൗണ്ട് ആയി മാറും. CH3 സിംഗിൾ ബോണ്ട് CHO എന്ന് പറഞ്ഞിട്ടുള്ള CHO എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ആയി മാറും. ഈ ഒരു കോമ്പൗണ്ട് നമുക്ക് CH3 CHO എന്ന് എഴുതാം. അത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO എന്നുള്ളൊരു കോമ്പൗണ്ട് അവിടെ വരും. അപ്പോൾ ഇതിന് പേരാണ് എത്തനാൽ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും. നമ്മൾ എന്ത് ചെയ്യാണ്, വേറെ ഇതേപോലെ തന്നെ ഒരു പ്രൊപ്പൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഒരു കാർബണും കൂടെ കൂടിയിട്ടുള്ള ഒരു ആൽക്കൈൻ എടുക്കുകയാണ്. ആ ആൽക്കൈനിലേക്ക് ഇതേപോലെ നമ്മൾ വെള്ളം ആഡ് ചെയ്യാണ്. ഇതേപോലെ തന്നെ പ്രോസസ്സാണ് ഇവിടെയും നടക്കുക. ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും, അതിലുള്ള ഒരു കാർബണിലേക്ക് പോകും, അടുത്ത OH എന്ത് ചെയ്യും, അതിലുള്ള വേറെ കാർബണിലേക്ക് പോകും. സോ എന്ത് ചെയ്യും, ആ ഒരു OH ബണ്ടിലേക്ക് പോയി ഈ ഒരു H പോയാൽ അവിടെ CH2 ആയി മാറും. ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാക്കുക. ഈ ഒരു H ഇതിലേക്ക് പോകുന്ന സമയത്ത് CH എന്നുള്ളത് CH2 ആവും. ഈ ഒരു OH സിയിലേക്ക് പോകുന്ന സമയത്ത് ഇത് COH എന്നുള്ള കോമ്പൗണ്ടായി മാറും. ശേഷം നേരത്തെ നടന്ന പോലെ തന്നെ ഇവിടെയും ഐസോമറൈസേഷൻ നടക്കും. ഐസോമറൈസേഷൻ എന്താവുക, ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ആവുക. ഡബിൾ ബോണ്ട് ഇവിടുന്ന് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ആവുക, ഇവിടുന്ന് ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഇവിടെ നിന്നുള്ള ഈ ഒരു സിംഗിൾ ബോണ്ടിലുള്ള ഈ ഒരു H അവിടെ ഡബിൾ ബോണ്ട് ആവണമെങ്കിൽ ആ H പോകണം. സോ ആ H എന്താ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. സോ എന്തായും ആ ഒരു CH2 എന്നുള്ളത് CH3 ആയി മാറും. ഈ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടുള്ള സിംഗിൾ ബോണ്ട് ആയി മാറും. ഈ ഒരു രീതിയിലൊക്കെയാണ് ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലൈൻ ആവുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഒക്കെ മാക്സിമം കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓഫ്ലൈനിലുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് എഴുതി പഠിച്ചാൽ മനസ്സിലാക്കി പഠിച്ചാൽ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് തോന്നും. ഓക്കെ, ഇവിടെ അഡീഷൻ ഓഫ് വാട്ടർ ആണ് നമ്മൾ പറഞ്ഞത്. ആൽക്കൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വെള്ളം ആഡ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള ഈഥെയ്ൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിലേക്ക് വെള്ളം ആഡ് ചെയ്തു. വെള്ളം ആഡ് ചെയ്ത സമയത്ത് അതിന് ഐസോമറൈസേഷൻ നടന്നു. എത്തനാൽ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കിട്ടി. ഇവിടെ ഏതാണ് കിട്ടുന്നത്, നമുക്ക് പ്രൊപ്പനോൺ എന്ന് പറഞ്ഞിട്ടുള്ള കീറ്റോൺ ഗ്രൂപ്പ് വരുന്ന ഒരു കോമ്പൗണ്ടാണ് കിട്ടുന്നത്. CH3 COCH3. നമുക്ക് ഈ ഒരു കോമ്പൗണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CH3 COCH3 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊരു കീറ്റോൺ പ്രിപ്പറേഷൻ ആണ്. നമ്മൾ +2 കീറ്റോൺ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് പ്രിപ്പറേഷൻ പഠിക്കും. അവിടെ നമ്മൾ ഈ ഒരു റിയാക്ഷൻ കാണാതെ പഠിക്കും. ഈ ഒരു റിയാക്ഷൻ ഇതേപോലെ തന്നെ പഠിക്കും. അതേപോലെ തന്നെ നമ്മൾ എത്തനാൽ എന്ന് പറഞ്ഞിട്ട് എത്തനാളിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യും, +2 പഠിക്കും. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ കാണാതെ പഠിക്കും. ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻ ആണ്. ഇവിടെ നമ്മൾ എത്തനാൽ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഈ ഒരു ഈഥൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് ഐസോമറൈസേഷൻ നടന്നാൽ എത്തനാൽ എന്നുള്ള കോമ്പൗണ്ട് കിട്ടി. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യണത്, പ്രൊപ്പൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിലേക്ക് വെള്ളം ആഡ് ചെയ്താൽ H2 ആഡ് ചെയ്താൽ ആ ഒരു കോമ്പൗണ്ട് ഐസോമറൈസേഷൻ നടന്നാൽ പ്രൊപ്പനോൺ എന്ന് പറഞ്ഞിട്ടുള്ള കീറ്റോൺ കിട്ടും. സോ കീറ്റോൺ ഗ്രൂപ്പുള്ള ഒരു ഹൈഡ്രോ കാർബൺ കിട്ടും.
ഈ ഒരു സി ഡബിൾ ബോണ്ട് ഒ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കീറ്റോൺ എന്നാണ് പറയുക. നമ്മൾ ഇവിടെ പറയുന്ന ഈ ഒരു CHO വരുന്ന കോമ്പൗണ്ടിന് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് വരുന്നത്. ഇതൊരു ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ കീറ്റോൺ ഗ്രൂപ്പാണ്. കീറ്റോൺ ഗ്രൂപ്പ് വരുമ്പോഴാണ് നമ്മൾ പ്രൊപ്പനോൺ എന്ന് പറഞ്ഞുള്ള നെയിമിംഗ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു കാര്യത്തെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ ഒരു റിയാക്ഷൻ എഴുതി പഠിക്കുക. ഒരു കാര്യം എഴുതി പഠിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുകയും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാനും പറ്റും. അപ്പോൾ ആദ്യം ഇതിന് സിമ്പിൾ മെത്തേഡുകളായിട്ട് നിങ്ങൾ ആദ്യം ഇതിന് എഴുതി പഠിക്കുക. അതായത് പഠിക്കണ കേസിൽ നിങ്ങൾ പ്രൊപ്പൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹൈഡ്രോ കാർബണിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് പോകുമെന്നും OH ഇങ്ങോട്ട് പോകുമെന്നും ഫസ്റ്റ് പഠിക്കുക. ആ ഒരു കോമ്പൗണ്ടിന് ഐസോമറൈസേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ആവുമെന്നും ഈ ഒരു H ഷിഫ്റ്റ് ആവും എന്നുള്ള രീതിയിൽ സിമ്പിളായിട്ട് പഠിക്കുക. എന്നിട്ട് തന്നെ ഡീറ്റെയിൽ കാര്യങ്ങൾ പഠിക്കാൻ പോവുക. അങ്ങനെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് സിമ്പിളായിട്ട് ആദ്യം പഠിച്ചിട്ട് ഹയർ ലെവൽ കാര്യങ്ങൾ പഠിക്കാൻ പോയാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സോ നമ്മളിവിടെ അഡീഷൻ ഓഫ് വാട്ടർ എന്നുള്ള പ്രോപ്പർട്ടി, ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൽക്കൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ ഹൈഡ്രോ കാർബണിൻ്റെ അഡീഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത് സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൈക്ലിക് പോളിമറൈസേഷൻ, അതായത് നമ്മളെ കയ്യിലുണ്ട് ഒരു സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ടാവുകയാണ്, സൈക്ലിക് പോളിമറൈസേഷൻ. അതിനെ സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് പറയാം. നമ്മളെ കയ്യിൽ എന്തുണ്ട്, 3 ഈഥൈൻ കോമ്പൗണ്ടുകളുണ്ട്. മൂന്ന് ഈഥൈൻ കോമ്പൗണ്ടുകളുണ്ട്. ഈ ഒരു 3 ഈഥൈൻ കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, റെഡ് ഹോട്ട് അയോൺ ട്യൂബിൽ കൂടെ പാസ് ചെയ്യാണ് അറ്റ് 873 കെൽവിൻ. അങ്ങനെ ആ ഒരു 873 കെൽവിനിൽ നമ്മൾ റെഡ് ഹോട്ട് അയോൺ ട്യൂബിലൂടെ 3 ഈഥൈൻ കോമ്പൗണ്ടുകളെ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ത് ചെയ്യും, 3ൽ നിന്നും ഓരോ സിംഗിൾ ഒരു ട്രിപ്പിൾ ബോണ്ടിൽ നിന്ന് 3ൽ നിന്നും ഓരോ ബോണ്ടുകൾ പോയിട്ട് എന്ത് ചെയ്യും, ഇവർ തമ്മിൽ എന്ത് ചെയ്യും, ബോണ്ട് ഫോം ചെയ്യും. എന്നിട്ട് നമുക്ക് ബെൻസീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോമ്പൗണ്ട് കിട്ടും. ഇവിടെ എന്ത് ചെയ്യണം, ഓരോ ബോണ്ടും പോയിട്ട് എന്ത് ചെയ്യും, ഇവർ സൈക്ലിക് ഇവനിറ്റ് ബോണ്ട് ഉണ്ടാക്കും, ഇവനിറ്റ് ബോണ്ട് ഉണ്ടാക്കും. സോ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെ ആയിട്ടുള്ള ബെൻസീൻ കോമ്പൗണ്ട് കിട്ടും. ഈ ഒരു ഡബിൾ ബോണ്ടിന് പകരം നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു റൗണ്ട് ഇതിൽ വരച്ചാൽ ഇതൊരു ബെൻസീനാണ്. ഇതൊരു ബെൻസീൻ്റെ പ്രിപ്പറേഷനാണ്. സൈക്ലിക് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ, ഇങ്ങനെ ബെൻസീൻ റിംഗ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ബെൻസീൻ്റെ പ്രിപ്പറേഷൻ കൂടിയാണ് സൈക്ലിക് പോളിമറൈസേഷൻ. അതായത് ഈഥീനെ നമ്മൾ സൈക്ലിക് പോളിമറൈസേഷൻ നടത്തിയാൽ നമുക്ക് ബെൻസീൻ കിട്ടും. അപ്പോൾ ഈ ഒരു ഈഥൈനിൻ്റെ റിയാക്ഷൻ, ഈഥൈൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞത്. ഈഥൈനെ നമ്മൾ സൈക്ലിക് പോളിമറൈസേഷൻ നടത്തിയാൽ നമുക്ക് എന്താണ് കിട്ടുക, ബെൻസീനാണ് കിട്ടുക. ഈ ഒരു ബെൻസീൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു 3 ഈഥൈൻ കോമ്പൗണ്ടുകളുടെ നമ്മൾ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ 873 കെൽവിനിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും, ബെൻസീൻ കിട്ടും എന്നുള്ളതാണ് സൈക്ലിക് പോളിമറൈസേഷൻ. ഈ ഒരു റിയാക്ഷനും ഈ ഒരു കാറ്റലിസ്റ്റ് ഈ പറയുന്ന ഈ ഒരു കണ്ടീഷനും ഓർത്ത് വെച്ചാണ് പഠിക്കേണ്ടത്. ഇവിടെ ബെൻസീൻ്റെ 2 തരത്തിലുള്ള ഫോമാണ് കൊടുത്തുള്ളത്. രണ്ടും സെയിം തന്നെയാണ്. നമുക്ക് ബെൻസീനെ വരക്കുന്ന സമയത്ത് ഒന്നുകിൽ ബോണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ നടുവത്തെ ബോണ്ടുകൾ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇതേപോലെ സർക്കിൾ വരച്ചാലും ഇതൊരു ബെൻസീൻ റിംഗ് ആണെന്ന് സൂചിപ്പിക്കാം. സോ ഇതിൽ ഏതെങ്കിലും ഒരു ചിത്രമാണ് നിങ്ങൾ എക്സാമിന് വരക്കേണ്ടത്. സോ നമ്മൾ ഈ ഒരു ആൽക്കൈൻ്റെ 2 പ്രോപ്പർട്ടിയും ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ആൽക്കൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ 2 പ്രോപ്പർട്ടി അഡീഷൻ ഓഫ് വാട്ടറും സൈക്ലിക് പോളിമറൈസേഷൻ എന്നുള്ള ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. നമ്മളിപ്പോൾ ഈ ഒരു ബെൻസീൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ ഈ സൈക്ലിക് പോളിമറൈസേഷനിൽ ബെൻസീൻ്റെ പ്രിപ്പറേഷൻ കണ്ടതാണ്. സോ ഒരു ബെൻസീന് എന്താണ് ബെൻസീൻ എന്നുള്ളതും ആ ഒരു ബെൻസീൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും ആ ഒരു കാര്യങ്ങൾ പഠിച്ചാൽ ഈ ഒരു ഹൈഡ്രോ കാർബൺ എന്നുള്ള പാഠം കംപ്ലീറ്റ് ആയി എന്ന് പറയാം. എന്താണ് ബെൻസീൻ, എന്തിനാണ് നമ്മൾ ബെൻസീൻ എന്ന് പറയാം? സ്ട്രക്ചർ ഓഫ് ബെൻസീൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അഥവാ ബെൻസീൻ്റെ സ്ട്രക്ചർ നമ്മളിവിടെ പ്രിപ്പറേഷനിൽ ഇവിടെ പറഞ്ഞു. ഇപ്പോൾ ഒരു ബെൻസീൻ്റെ സ്ട്രക്ചർ നമ്മളിവിടെ പറഞ്ഞു. അതായത് ബെൻസീൻ്റെ സ്ട്രക്ചറിൽ നിങ്ങൾ കാണണം, ഓരോരുത്തും എന്തുണ്ട്, ഓരോ മൂലയിലും കാർബൺ ഉണ്ട്. ഈ ഒരു ജംഗ്ഷനൊക്കെ കാർബണാണ്. ആ ഒരു കാർബണിൻ്റെ ഒപ്പം ഓരോന്നിൻ്റെ ഒപ്പം എന്തുണ്ട്, ഹൈഡ്രജനും ഉണ്ട്. എല്ലാ ഭാഗത്തും ഹൈഡ്രജനും ഉണ്ട്, കണ്ടില്ലേ? ഇതേപോലെ ഹൈഡ്രജൻ ഉണ്ട്. അതിൻ്റെ ഇടയിൽ ആൾട്ടർനേറ്റീവായിട്ട് എന്തുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. ആ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ ബെൻസീൻ എന്ന് പറയാം. C6H6 എന്നുള്ളതാണ് ഈ ഒരു ബെൻസീൻ്റെ മോളിക്കുലാർ ഫോർമുല. C6 എന്ന് പറഞ്ഞാൽ 6 കാർബൺ, അഥവാ എല്ലായിടത്തും എന്തുണ്ട്, 6 കാർബൺ ഉണ്ട്. എല്ലായിടത്തും എന്തുണ്ട്, 6 ഹൈഡ്രജനും ഉണ്ട്. സോ 6 ഹൈഡ്രജനും 6 കാർബണും അതിൻ്റെ ആൾട്ടർനേറ്റീവായിട്ട്, അഥവാ ഒന്ന് ഇടവിട്ടിട്ട് എന്തുണ്ട്, ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ടിനെ പറഞ്ഞ പേരാണ് ബെൻസീൻ.
ഈ ഒരു ബെൻസീൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ +2 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ടാവും. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഈ ഒരു സ്ട്രക്ചറെ നമുക്ക് വേറെ രീതിയിൽ ഒരു ഡബിൾ ബോണ്ടിനെ ഓരോ ഭാഗത്ത് കൊടുക്കുന്നതിന് പകരം റിങ് വരച്ചിട്ട് ഒരു സർക്കിൾ വരച്ച് കഴിഞ്ഞാലും ഇതൊരു ബെൻസീനാണ്. ബെൻസീനെ സൂചിപ്പിക്കൽ ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ ഇവിടെ മനസ്സിലാക്കുക, ഈ ഒരു ബെൻസീൻ റിങ് വരയ്ക്കുന്ന സമയത്ത് ഈ ഓരോ ജംഗ്ഷനിൽ ഓരോ കാർബൺ ഉണ്ട് എന്നും ആ ഒരു കാർബണിൻ്റെ ഒപ്പം ഹൈഡ്രജൻ ഓരോ കാർബണിൻ്റെ ഒപ്പം ഓരോ ഹൈഡ്രജൻ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുക. C6H6 ആണ് അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്നും 6 കാർബൺ 6 ഹൈഡ്രജൻ ആണ് ബെൻസീൻ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് എന്ത് നോക്കാം, അതിൻ്റെ പ്രിപ്പറേഷൻസ് നോക്കാം. പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? 3 മെത്തേഡിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്ന് സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഈഥെയ്ൻ, നമ്മളിവിടെ ലാസ്റ്റ് കഴിഞ്ഞതിൽ പറഞ്ഞ റിയാക്ഷൻ. നെക്സ്റ്റ് ഡീകാർബോക്സിലേഷൻ ഓഫ് അരോമാറ്റിക് ആസിഡ്. അരോമാറ്റിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ നടന്നാൽ ബെൻസീൻ കിട്ടും. നെക്സ്റ്റ് റിഡക്ഷൻ ഓഫ് ഫീനോൾ. ഫീനോളിന് റെഡ്യൂസ് ചെയ്താൽ, ചെറുതാക്കിയാൽ, റിഡക്ഷൻ നടത്തിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ബെൻസീനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ചെറുതാക്കുക എന്നുള്ള മീനിങ് ഒന്നല്ല. ശരിക്കും ഓർഗാനിക് കെമിസ്ട്രി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ എന്താണ് റിഡക്ഷൻ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ മീനിങ് ഒക്കെ നമുക്ക് മനസ്സിലാവും. സോ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഹയർ ലെവൽ കാര്യങ്ങൾ പറയും. 3 പ്രിപ്പറേഷൻ നമുക്ക് ബെൻസീനിൽ പഠിക്കാനുള്ളത്. ഈ ഒരു 3 പ്രിപ്പറേഷനിൽ ഒന്നാമത്തെ പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? സൈക്ലിക് പോളിമറൈസേഷൻ ഓഫ് ഈഥെയ്ൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിന് സൈക്ലിക് പോളിമറൈസേഷൻ നടന്ന ബെൻസീൻ കിട്ടും എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇതാ സൈക്ലിക് പോളിമറൈസേഷൻ എന്നുള്ള റിയാക്ഷൻ നമ്മളിവിടെ കണ്ടതാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈഥെയ്ൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 കോമ്പൗണ്ട് എടുക്കുകയും ആ 3 കോമ്പൗണ്ടിനെ റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ 873 കെൽവിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കിട്ടും? ബെൻസീൻ കിട്ടും. അതാണോ അതിൻ്റെ ഒന്നാമത്തെ പ്രിപ്പറേഷൻ. സോ നമ്മൾ ഒന്നാമത്തെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയി. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഡീകാർബോക്സിലേഷൻ ഓഫ് അരോമാറ്റിക് ആസിഡ്, അഥവാ ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ അരോമാറ്റിക് ആസിഡ് എന്ന് പറയാം. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കോമ്പൗണ്ട് ഡിസ്കഷനൊക്കെ +2 പഠിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു റിയാക്ഷൻ ഇതേപോലെ പഠിച്ചാൽ മതി. അതിൻ്റെ എങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല നമുക്ക്. ഡീകാർബോക്സിലേഷൻ ഓഫ് അരോമാറ്റിക് ആസിഡ്. കാർബോക്സിൽ കോമ്പൗണ്ട് ഡീകാർബോക്സിൽ എന്ന് പറയുന്നത് റിമൂവ് ആവുക. നമ്മളിപ്പോൾ ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹൈഡ്രജൻ ആഡ് ആവുക. ഡീഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഹൈഡ്രോജൻ റിമൂവ് ആവുക. കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ COOH എന്ന് പറയുന്ന കാർബോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്യണതിന് കാർബോക്സിലേഷൻ എന്ന് പറയാം. ഡീകാർബോക്സിലേഷൻ എന്നോ ആ ഒരു കോമ്പൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യുക. സോ ഇവിടെ എന്ത് ചെയ്യാണ്? നമ്മൾ ഡീകാർബോക്സിലേഷനാണ് നടക്കുന്നത്. അഥവാ അരോമാറ്റിക് ആയിട്ടുള്ള ആസിഡ്, അഥവാ അരോമാറ്റിക് കോമ്പൗണ്ട് റിങ്ങുകളായിട്ടുള്ള കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ എന്താണ് ഈ ഡീകാർബോക്സിലേഷൻ, ഈ ഒരു കോമ്പൗണ്ട് റിമൂവ് ചെയ്യുന്ന റിയാക്ഷൻ ആയതുകൊണ്ടാണ് ഡീകാർബോക്സിലേഷൻ ഓഫ് അരോമാറ്റിക് ആസിഡ് എന്ന് പേര് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു കോമ്പൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം? NOH ആഡ് ചെയ്യാണ്. ഈ ഒരു NOH ആഡ് ചെയ്യാണ് വിത്ത് പ്രസൻസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ്. എന്ത് ചെയ്യുക? ഈ കാൽഷ്യം ഓക്സൈഡിൻ്റെ പ്രസൻസിൽ നമ്മൾ അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബെൻസീൻ കിട്ടും. ബെൻസീൻ എന്ന് കിട്ടും Na2CO3. അതായത് ഈ ഒരു NAയും ഈ ഒരു COOO കൂടി ചേർന്ന CO3, Na2CO3 പുറത്ത് പോകും. സോ Na2CO3, ഈ ഒരു Na2 വരുമ്പോൾ 2 NO, ഈ ഒരു 2 NOകളും കൂടി 2 NA കൂടി ചേർന്ന് NO2, പിന്നെ ബാക്കിയുള്ള കോമ്പൗണ്ട് കൂടുതൽ CO3, NO2CO3. ബാക്കി എന്താണ്? ഈ ഒരു H എന്ത് ചെയ്യും? ഇതിലേക്ക് പോകും. സോ നമുക്ക് ബെൻസീൻ എന്നുള്ള കോമ്പൗണ്ട് കിട്ടും. അതാണ് ഒന്നാമത്തെ റിയാക്ഷൻ്റെ രണ്ടാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഡീകാർബോക്സിലേഷൻ ഓഫ് അരോമാറ്റിക് ആസിഡ്. ഈ ഒരു അരോമാറ്റിക് ആസിഡ് ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യാണ്? NOH ആഡ് ചെയ്യുക വിത്ത് പ്രസൻസ് ഓഫ് കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞ കാറ്റലിസ്റ്റിനെ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുക. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഡെൽറ്റ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെൻസീൻ എന്നുള്ള കോമ്പൗണ്ട് കിട്ടും. ഇവിടെ എന്താണ് നടക്കുന്നത്? ഈ 2 NA കൂടി ചേരും. ഈ ഒരു NO2CO3 പുറത്ത് പോകും. ഈ ഒരു H എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും. സോ നമുക്ക് ബെൻസീൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും. സോ ഒന്നാമത്തെ പ്രിപ്പറേഷൻ കഴിഞ്ഞു, ഡീകാർബോക്സിലേഷൻ ഓഫ് അരോമാറ്റിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞു. രണ്ടാമത് റിഡക്ഷൻ ഓഫ് ഫീനോൾ എന്നുള്ള കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ബെൻസീൻ ഉണ്ടാക്കാം. ഈ ഒരു കോമ്പൗണ്ടാണ് ഫീനോൾ എന്ന് പറയുക. അഥവാ ബെൻസീൻ റിങ്ങിൻ്റെ മേലെ OH ഗ്രൂപ്പ് വന്നാൽ അതിനാണ് ഫീനോൾ എന്ന് പറയുക. ഇത് ഞാൻ കഴിഞ്ഞ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള കോമ്പൗണ്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫീനോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു ബെൻസീൻ റിങ്ങിൻ്റെ മേലെ OH ആൽക്കഹോളിക് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് ഫീനോൾ എന്ന് പറയും. ഈ ഫീനോളിന് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ബെൻസീൻ കിട്ടും. റിഡക്ഷൻ ചെയ്താൽ അതിനെ ഹീറ്റ് ചെയ്തു വിത്ത് പ്രസൻസ് ഓഫ് സിങ്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിയാക്ഷൻ. സിങ്കിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യാണ്? ഈ ഒരു ഫീനോളിനെ നമ്മൾ ഹീറ്റ് ചെയ്താൽ ഈ ഒരു OH ഇവിടുന്ന് പോയിട്ട് ZNO, ഈ ഒരു OHലത്തെ എന്താ ഈ ഒരു O ഇതിനെറ്റ് കൂടി ചെന്ന് ZNO ആയി മാറും. ഈ ഒരു H എന്ത് ചെയ്യും? ഇവിടേക്ക് പോകും. സോ ബെൻസീൻ എന്നുള്ള റിയാക്ഷനായി മാറും. നമ്മളിപ്പോൾ ഒരു ബെൻസീൻ റിങ് വരക്കുന്ന സമയത്ത് ഇവിടെ H ഉണ്ടല്ലോ, ആ ഒരു H ആണ് ഇവിടെ. ആ ഒരു H അങ്ങോട്ട് അതിൻ്റെ ഒരു കോർണറിലേക്ക് പോകും.
സോ നമുക്ക് എന്ത് കിട്ടും? ഫീനോളിൽ നിന്ന് ബെൻസീനെ കിട്ടും. സോ റിഡക്ഷൻ ഓഫ് ഫീനോൾ വളരെ സിമ്പിളാണ്, ഇത്ര മാത്രമേ പഠിക്കേണ്ടുള്ളൂ. ഈ ഒരു ഫീനോളിൽക്ക് ZN ഇന്ന് വെച്ച് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെൻസീൻ കിട്ടുമെന്ന് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. എന്ത് ചെയ്യുക? അപ്പോൾ ഈ ZNഉം ഈ ഒരു ഓയും കൂടി ചെന്ന് ZNO പുറത്ത് വരും. സോ ബെൻസീൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ടിനെ കിട്ടി. ഈ ഒരു 3 പ്രിപ്പറേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സൈക്ലിക് പോളിമറേഷൻ ഓഫ് ഈഥീൻ, അഥവാ ആദ്യം ഈഥീൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ച ഒരു സൈക്ലിക് പോളിമറൈസേഷൻ. പിന്നെ കാർബോക്സിലിക് ആസിഡിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? അരോമാറ്റിക് ആസിഡിൻ്റെ ആ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ബെൻസീൻ കിട്ടും. ഫീനോളെ റെഡ്യൂസ് ചെയ്താൽ റിഡക്ഷൻ നടത്തിയാലും നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ കിട്ടും. ഈ ഒരു 3 പ്രിപ്പറേഷനാണ് നമുക്ക് ബെൻസീൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. സോ ആ ബെൻസീൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കണം. ഒന്ന് നൈട്രേഷൻ എന്നുള്ള പ്രോപ്പർട്ടി, നെക്സ്റ്റ് ഫ്രിഡെയിൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. 2 പ്രോപ്പർട്ടികളാണ് നമുക്ക് ഈ ഒരു ബെൻസീൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. ഒന്ന് നൈട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി, ബെൻസീന് നൈട്രേഷൻ നടന്നാൽ എന്താ സംഭവിക്കാമെന്ന്. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഫ്രിഡെയിൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. അതായത് ഒരു ഫ്രിഡെയിൽ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റിൻ്റെ റിയാക്ഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. നമ്മൾ ഈ ഒരു നെയിമിങ് വരുന്ന വുഡ്സ് റിയാക്ഷൻ, മാർക്കോണിക്കോവ്സ് ഏരിയ, ആ ഒരു റിയാക്ഷനൊക്കെ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു നെയിമിങ് വരുന്ന പ്രത്യേകം നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കണം. നൈട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി എന്താണ് ഇവിടെ ബെൻസീൻ നടക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നൈട്രേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഈ ഒരു നൈട്രിക് ആയിട്ടുള്ള ഈ 2 കോമ്പൗണ്ടുകൾ നമ്മൾ ആഡ് ചെയ്യുന്നതിന് നൈട്രേഷൻ എന്ന് പറയാം. അഥവാ കോൺസെൻട്രേറ്റ് HNO3യും കോൺസെൻട്രേറ്റഡ് H2SO4 എന്ന് പറഞ്ഞ നൈട്രിക് മിക്സ്ചേഴ്സ്, ഇവർക്ക് രണ്ടാക്കും പറഞ്ഞ പേരാണ് നൈട്രിക് മിക്സ്ചേഴ്സ്. ഈ 2 നൈട്രിക് മിക്സ്ചേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ബെൻസീൻക്ക് ആഡ് ചെയ്താൽ എന്താണ് സംഭവിക്കുക? അറ്റ് 323 അല്ലെങ്കിൽ 333 കെൽവിൻ, 3203 മുതൽ 323 മുതൽ 333 കെൽവിനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു നൈട്രിക് മിക്സ്ചറിനെ ബെൻസീനിലേക്ക് ആഡ് ചെയ്താൽ നൈട്രേഷൻ നടക്കും. അതിന് പറഞ്ഞ പേരാണ് നൈട്രേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിന് ബെൻസീനിലേക്ക് ആഡ് ചെയ്താൽ ഈ ഒരു ബെൻസീൻ്റെ മേലെ NO2 നൈട്രൈക് ഓക്സൈഡ് എന്ത് ചെയ്യും? വരും. NO2 വന്നാൽ ഇവിടെ നൈട്രോ ബെൻസീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് കിട്ടി. ഈ ഒരു പ്രോസസ്സിന് പറഞ്ഞ പേരാണ് നൈട്രേഷൻ. അതാണ് ബെൻസീനിലേക്ക് നമ്മൾ നൈട്രേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ബെൻസീനിലേക്ക് നൈട്രിക് മിക്സ്ചർ ആഡ് ചെയ്യുക. അഥവാ കോൺസെൻട്രേറ്റഡ് HNO3യും കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെൻസീൻ്റെ മേലെന്ത് വരും? NO2 എന്നുള്ള നൈട്രിക് ഓക്സൈഡ് വരും. സോ ആ ഒരു കോമ്പൗണ്ടിനെ പറഞ്ഞ പേരാണ് നൈട്രോ ബെൻസീൻ. ഓർഗാനിക് കെമിസ്ട്രി ഈ ഒരു നെയിമിങ് മാത്രം ഞാൻ ആ ഒരു ബെൻസീൻ്റെ നെയിമിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക, ഈ റിയാക്ഷൻ എഴുതി പഠിക്കുക. ഇവിടെ ഈ ഒരു റിയാക്ഷനിൽ ഈ ഒരു ബെൻസീൻ ഇങ്ങനെ മാത്രം തരും, ഇവിടെ ഒന്നും തരൂല. അഥവാ കോൺസെൻട്രേറ്റ് HNO3 പ്ലസ് കോൺസെൻട്രേറ്റ് H2SO4 മാത്രം തരും. അപ്പോൾ നമുക്കിത് ഈ ഒരു കോമ്പൗണ്ട് ആണ്, അഥവാ ബെൻസീൻ്റെ മേലൊരു NO2 ആണ് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ നമ്മളോട് പറയുകയാണ് ഈ ഒരു പേരില്ല, ഈ HNO3 മാത്രമാണ്, കോൺസെൻട്രേറ്റ് HNO3 ആണെങ്കിലും ഈ ഒരു റിയാക്ഷൻ ഈ ഒരു നൈട്രേഷനാണ് നടക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത് പഠിക്കാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്രിഡെയിൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ എന്നുള്ള പ്രോപ്പർട്ടിയാണ്. അതായത് അൺഹൈഡ്രസ് AlCl3ൻ്റെ പ്രസൻസിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഫ്രിഡെയിൽ ക്രാഫ്റ്റ് റിയാക്ഷൻ. അവിടെ നമ്മൾ ആൽക്കൈലേഷൻ നടക്കുക. എന്താണ് ആൽക്കൈലേഷൻ? അതായത് ആൽക്കൈൽ കോമ്പൗണ്ട്, നമ്മൾ നേരത്തെ പഠിച്ച ആൽക്കൈൽ ഹാലൈഡ് കോമ്പൗണ്ട് ഉണ്ടല്ലോ, ഈ ഒരു ആൽക്കൈൽ ഹാലൈഡ് കോമ്പൗണ്ടിനെ അൺഹൈഡ്രസ് AlCl3 എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തുന്നതിന് പറഞ്ഞ പേരാണ് ഫ്രിഡെയിൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞ ആൽക്കൈൽ ഹാലൈഡ് അഥവാ ഹാലജൻ ഗ്രൂപ്പിലുള്ള ക്ലോറിനോ ബ്രോമിനോ അയഡിനോ, ഈ പറഞ്ഞ ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം? അൺഹൈഡ്രസ് AlCl3 എന്ന് പറഞ്ഞ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും? ഫ്രിഡെയിൽ ക്രാഫ്റ്റ് റിയാക്ഷൻ നടക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നടത്തുന്നത് ഇവിടെ CH3Cl എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ് ബെൻസീൻ്റെ ഒപ്പം അൺഹൈഡ്രസ് AlCl3ൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടൊളുവിനാണ് കിട്ടുക. ടൊളുവിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ് കിട്ടുക. അഥവാ ഈ ഒരു CH എന്ത് ചെയ്യും? ഇവൻ്റെ ഈ ഒരു മേലേക്ക് വരും. സോ നമുക്കൊരു കോമ്പൗണ്ട് കിട്ടും. ഇവിടെ നിന്നുള്ള ഈ ഒരു CLഉം അവിടെ ഉള്ള Hഉം കൂടെ പുറത്തു പോകും, HCl പുറത്തു പോകും. സോ ടൊളുവിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കിട്ടും. രണ്ടാമത് അതിൻ്റെ ഒപ്പം പഠിക്കുന്ന റിയാക്ഷനാണ് C2H2Cl, അതായത് CH3CH2Cl എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അൺഹൈഡ്രസ് AlCl3ൻ്റെ പ്രസൻസിൽ ആഡ് ചെയ്താൽ അതേപോലെ തന്നെ ഈ എന്ത് വരും? ഈ ഒരു C2H2 ഇവൻ്റെ രണ്ടാമത്തെ കാർബൺ, നേരത്തെ മേലത്തെ കാർബണിലാണ് വന്നത്, ഇവിടെ എന്താ വരിക? രണ്ടാമത്തെ ഈ ഒരു കാർബണിൽ വന്നിട്ട് എന്ത് ചെയ്യും? ബോണ്ട് ഉണ്ടാക്കും. സോ ഈ ഒരു ഈഥൈൽ ബെൻസീൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് കിട്ടും. ഇതിനെ നമുക്കിനിപ്പോൾ ഇതിൻ്റെ മേലെ C2H2 എന്ന് പറഞ്ഞ് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, C2H5 എന്ന് പറഞ്ഞ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല. അങ്ങനെ പറഞ്ഞാലും ഇത് ഈഥൈൽ ബെൻസീൻ തന്നെയാണ്, രണ്ടായാലും സെയിം തന്നെയാണ്. സോ എന്ത് പഠിക്കുക? ഈ 2 റിയാക്ഷൻസ് കാണാതെ പഠിക്കുക, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഫ്രിഡെയിൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അൺഹൈഡ്രസ് AlCl3 എന്ന് പറഞ്ഞ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നടക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാറ്റലിസ്റ്റ്. ഒരു ഫ്രൈഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ഈ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ നടക്കുള്ളൂ. സോ ഈ അൺഹൈഡ്രസ് AlCl3 എന്ന് പറഞ്ഞ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബെൻസീനേറ്റ് ആലജൻ കോമ്പൗണ്ട് അഥവാ ആൽക്കൈൽ ഹാലൈഡിനെ ആഡ് ചെയ്താൽ ആ റിയാക്ഷൻസിന് പറഞ്ഞ പേരാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഇവിടെ എന്താ നടക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഈ ഒരു ആൽക്കൈൽ ഹാലജൻ കോമ്പൗണ്ട് ഹാലജൻ എന്ത് ചെയ്യും, ഇവിടുന്ന് പുറത്ത് പോകും അഥവാ HCl ആയിട്ട് പുറത്ത് പോകും. എന്നിട്ട് ആ ബാക്കി കോമ്പൗണ്ട് അതിൻ്റെ മേലെ വരും. ഇവിടുന്ന് എന്താണ്, ഈ ഒരു Cl HCl ആയിട്ട് പുറത്ത് പോയി ബാക്കിയുള്ള കോമ്പൗണ്ട് ആ ബെൻസീൻ റിങ്ങിൻ്റെ മേലെ വന്നു. ഈ ഒരു കാര്യം പഠിച്ചാൽ നമ്മളിതിൻ്റെ പ്രോപ്പർട്ടി മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറയാം. സോ ഇതിൻ്റെ ബെൻസീൻ്റെ റിയാക്ഷനും ആ ഒരു പ്രിപ്പറേഷനും അതിൻ്റെ പ്രോപ്പർട്ടിയും ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അഥവാ ഹൈഡ്രോ കാർബൺ എന്നുള്ള പാഠം കംപ്ലീറ്റ് ആയി. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ ആൽക്കൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിനെ കുറിച്ച് പറഞ്ഞു, പ്രിപ്പറേഷൻ പറഞ്ഞു. നെക്സ്റ്റ് ഒരു കോമ്പൗണ്ടിനെ കുറിച്ച് പറഞ്ഞു, പ്രിപ്പറേഷൻ പറഞ്ഞു. ആൽക്കൈൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് പറഞ്ഞു, ബെൻസീൻ എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം പറഞ്ഞു, അതിൻ്റെ പ്രിപ്പറേഷൻ പറഞ്ഞു, അതിൻ്റെ പ്രോപ്പർട്ടികൾ പറഞ്ഞു. സോ എല്ലാത്തിനും ഈ ഒരു രീതിയിൽ തന്നെ പ്രിപ്പറേഷനും കാര്യങ്ങളും പഠിക്കുക. ഓരോന്നിനും നമ്മൾ ഒരു കോളം ഉണ്ടാക്കുക. ആൽക്കൈൻ എന്ന് പറഞ്ഞിട്ട് കോളം ഉണ്ടാക്കുക, ബെൻസിൻ എന്ന കോമ്പൗണ്ട് ഉണ്ടാക്കുക. ഓരോന്നിനും പ്രിപ്പറേഷൻ ഒരേപോലെ ടേബിൾ വൈസ് എഴുതിയിട്ട് പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് എഴുതി പഠിക്കുക. കാറ്റലിസ്റ്റിനെ ഓർത്ത് വെക്കുക. എങ്ങനെ റിയാക്ഷൻ നടക്കണമെന്നുള്ള എഴുതി പഠിച്ചാൽ ഈ ഒരു പാഠം വളരെ സിമ്പിളായിരിക്കും. നമ്മൾ 2 സെക്ഷനിലായിട്ടാണ് ഈ ഒരു പാഠം കംപ്ലീറ്റ് ചെയ്ത്. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള 2 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. ഓർഗാനിക് കെമിസ്ട്രിൻ്റെ ഏരിയ ഈ 2 പാഠം നമ്മൾ കൃത്യമായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ നമ്മൾ പ്രോബ്ലമാറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ പറയും. അഥവാ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പ്രോബ്ലം ചെയ്യുന്ന ഏരിയകൾ കാര്യങ്ങൾ, അതോ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് പറയും. +2 ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇവിടെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.